رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ പണ്ഡിതന്മാരെ, മറ്റു സഹപ്രവർത്തകന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, മുജാഹിദ് ഐക്യവേദി മലപ്പുറം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആദർശ സംവാദത്തിൻ്റെ സമാപന പരിപാടിയിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് സുദീർഘമായ ഒരു ആമുഖത്തിലേക്ക് പ്രവേശിക്കാതെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ചില കാര്യങ്ങൾ ക്ലിപ്പിൻ്റെ സഹായത്തോടുകൂടി സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇന്ന് മതപ്രബോധന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനവധി സംഘടനകളുണ്ട്. ഈ സംഘടനകളിൽ നിന്നെല്ലാം മുജാഹിദ് ആദർശ പ്രബോധന പ്രസ്ഥാനം വേറിട്ട് നിൽക്കുന്നത് വിശുദ്ധ ഖുർആനിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ വചനങ്ങളെയും മുൻഗാമികളായ സലഫുസ് സാലിഹുകൾ എങ്ങനെ സ്വീകരിച്ച് ആചരിച്ച് പ്രബോധനം ചെയ്തുവോ ആ പാത മുറുകെ പിടിക്കുന്നു എന്നതാണ് നമ്മുടെ വ്യതിരക്തത. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മഹത്തായ മുജാഹിദ് ആദർശ പ്രസ്ഥാനത്തിന് നേരെ, അല്ലെങ്കിൽ ഇതിൻ്റെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർക്ക് നേരെ, പ്രവർത്തകന്മാർക്ക് നേരെ അനവധി ആരോപണങ്ങൾ ആവർത്തിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെയാണ് നാം എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ ഗൗരവത്തോടുകൂടി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് ഞങ്ങൾ മുസ്ലിമീങ്ങളെ ക്ഷണിക്കുന്നു എന്ന് നായികക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന നമ്മുടെ സമൂഹത്തിലെ മുസ്ലിയാക്കന്മാർ, സമസ്ത പ്രസ്ഥാനത്തിലെ പണ്ഡിത വേഷധാരികൾ, അവർ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സിലബസ് ജീവിതത്തിൽ അംഗീകരിച്ചിട്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുമ്പോട്ട് വെക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആധാരങ്ങളെ യഥാർത്ഥത്തിൽ ജീവിതഗന്ധിയാക്കിയിട്ടില്ല. അതനുസരിച്ചുകൊണ്ട് ജനങ്ങളോട് അവർ പ്രബോധനം നിർവഹിച്ചിട്ടുമില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫുകളുടെ മാർഗത്തിലേക്കും സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ട് അതിശക്തമായ പ്രബോധനം നടത്തി രംഗത്ത് വന്നപ്പോൾ പൗരോഹിത്യം തീർത്ത ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ആളുകൾ മുക്തമാവുകയും തങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി വരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുൻഗാമികളുടെ പാത സ്വീകരിക്കണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്ന ഒരു വാക്ക് തന്നെ, അല്ലെങ്കിൽ ചില കവലപ്രസംഗങ്ങളിലൂടെയുള്ള വാചകങ്ങൾ തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ അടിസ്ഥാനപരമായി ഇവർ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒരു കാര്യം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്ന് നോക്കേണ്ടതില്ല എന്നിടത്താണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഇവർ നിലനിൽക്കുന്നത്. ആ കാര്യം ഞാനൊരു ആരോപണമായിട്ടല്ല ഉന്നയിക്കുന്നത്. വ്യക്തമായ ചലിക്കുന്ന ചിത്രങ്ങളുടെ അല്ലെങ്കിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം ഞാൻ നിങ്ങൾക്ക് ആമുഖമായി കേൾപ്പിക്കാൻ പോകുന്നത്. കേരളത്തിൽ കാന്തപുരം വിഭാഗത്തിൽ ഇന്ന് എല്ലായിടത്തും ഏറെക്കുറെ ഖുറാഫാത്ത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി വെമ്പൽക്കൊള്ളിൽ ഓടി നടക്കുന്ന ഒരു മുസ്ലിയാർ ആ കാര്യം ഉദ്ധരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
നബിതങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചു വരുമ്പം ചാടി ബളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബിതങ്ങൾ ചെയ്താലേ ഇസ്ലാമാകൂന്നില്ല, ഒരു കാര്യം സ്വഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല, ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ, അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാം അല്ലാത്തത് ചെയ്യുന്നില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തില് സഹോദരങ്ങളെ പ്രമാണം മനസ്സിലാക്കിയ സലഫിയത്തിന്റെ പാത സ്വീകരിച്ച ഒരൊറ്റ ആളുകളും ഇസ്ലാം അല്ലാത്തതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ആ ചെയ്യുന്നത് ഇസ്ലാം അല്ല, അല്ലെങ്കിൽ ആ ചെയ്യുന്നത് ഇസ്ലാം അല്ലാത്തതാണ് എന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കി തന്നാൽ തിരുത്താനും മുജാഹിദ് പ്രസ്ഥാനത്തില് ഒരു ചെറിയ കുട്ടിക്ക് പോലും മടിയില്ല എന്ന കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യൻ തൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഭൗതികമായ ഉപകരണങ്ങൾ അത് പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബിദ്അത്താണെന്നോ ശറഇൽ നിരോധിക്കപ്പെട്ട വലാലത്താകുന്ന നരകത്തിലെത്തുന്ന കാര്യമാണെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. അത് മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരൊറ്റ ആളും പറയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ഭൗതികമായി പ്രബോധനരംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മുജാഹിദുകൾ എവിടെയും നിങ്ങൾ ഉപയോഗിക്കുന്ന LCD ബിദ്അത്താണ്, നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ബിദ്അത്താണ്, മൈക്കിലൂടെ സംസാരിക്കുന്ന ബിദ്അത്താണ്, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ ബിദ്അത്ത് ആകുന്ന കാര്യം യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്താണ് എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അഥവാ അല്ലാഹുവിന്റെ ഹബീബ് 23 വർഷക്കാലം കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ആ പൂർത്തീകരിച്ചെന്ന ദീനിൽ ഇല്ലാത്തത് ആര് കൊണ്ടുവന്നാലും അഥവാ പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദീനിൽ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലില്ലെങ്കിൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. അതുകൊണ്ട് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്, നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തത്, അല്ലാഹുവിന്റെ ഹബീബ് ദീനായി പഠിപ്പിച്ചിട്ടില്ലാത്തത് ആര് കൊണ്ടുവന്നാലും അത് തള്ളിക്കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ രാത്രി മുഴുവൻ ദീർഘമായി നമസ്കരിക്കും, ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞ സ്വഹാബിയോട്, അതുപോലെ തന്നെ ഞാൻ എല്ലാ പകൽ ദിവസവും സ്ഥിരം നോമ്പെടുക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയോട്, വിവാഹം കഴിക്കാതെ ഇബാദത്തിൽ മുഴുകുമെന്ന് പറഞ്ഞ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നീ. നിസ്കാരം ദീനിൽ സ്ഥിരപ്പെട്ടതാ, നോമ്പ് സ്ഥിരപ്പെട്ടതാ, ഇബാദത്തിൽ മുഴുകൽ സ്ഥിരപ്പെട്ടതാ. പക്ഷേ അതിന്റെ രൂപരീതിയിൽ നിന്ന് അത് വ്യത്യാസപ്പെട്ടപ്പോൾ ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നീ, ആര് എന്റെ ചര്യ വെറുക്കുന്നുവോ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്നാ പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ഇവര് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് നാഴികക്ക് 40 വട്ടം പറയുകയും എന്നാൽ സുന്നത്തി ജമാഅത്തിന്റെ ആധാരമായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനെ മനസ്സിലാക്കിയ മുൻഗാമികളുടെ പാതയും മാറ്റിവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ സമൂഹത്തിന് മുമ്പിൽ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി ഇവര് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരു പ്രബോധനമാണ്, അല്ലെങ്കിൽ വിഷമാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച കൊടുക്കുക, അല്ലാഹു അല്ലാത്തവരുടെ പുണ്യം പ്രതീക്ഷിച്ച് മൃഗങ്ങൾ അറയ്ക്കുക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക, അല്ലാഹു അല്ലാത്ത മറ്റു ഈ ദുനിയാവിലുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, അതുപോലെ സ്വാലിഹ്യങ്ങൾ കെട്ടിയുയർത്തപ്പെട്ട ഖബറുകൾ ഇതിൽ ബരമേൽപ്പിക്കുക, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, മന്ത്രിച്ചൂതിയ പൈശാചിക നൂല്, തകിട്, കുപ്പി തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ശിർക്കിന്റെ ചിഹ്നങ്ങളിൽ ജീവിതത്തെ കൊണ്ടുപോയി ഭരമേൽപ്പിക്കുക എന്ന ഏറ്റവും മാരകമായ, ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പടച്ചു തമ്പുരാൻ പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ, അമലുകൾ മുഴുവൻ ബാത്തിലാകുമെന്ന് പറഞ്ഞ ശിർക്ക് അത് പ്രചരിപ്പിക്കുവാനാണ് ഖുർആനും സുന്നത്തും നോക്കണ്ട, സ്വഹാബത്ത് ചെയ്തോ എന്ന് നോക്കണ്ട എന്ന് പറയുന്നത്. കാരണം എന്താ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ
വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ആ ജീവിതചര്യയിലോ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന സ്വഹിയായ ഒറ്റ വചനങ്ങളിലോ തെളിവില്ല. അപ്പൊ ആ തെളിവില്ലാതെ വരുമ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യണം, ഹദീസുകൾ കോട്ടിമാറ്റി അവതരിപ്പിക്കണം, ദുർബല ഹദീസുകൾ തേടി യാത്ര പോകണം. അങ്ങനെയാണ് സത്യത്തിൽ സഹോദരങ്ങളെ ഇവര് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ഒരു കവാടമാണ് ഇവർ ഈ രൂപത്തിൽ തുറന്നിട്ടുള്ളത്. അതിന്റെ അപകടം നമ്മൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറം മുതൽ ആയത്തോതിയപ്പോൾ നമ്മൾ കേട്ടുപോകുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ ഏറ്റവും പുതിയതായി നസ്രുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതനുമായി ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും മുൻഗാമികളുടെ തഫ്സീറുകളും ദുർവ്യാഖ്യാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന നൗഷാദ് ഹസനി എന്ന് പറയുന്ന മുസ്ലിയാർ മസ്കറ്റിൽ വെച്ച് ഒരു സംവാദം നടത്തി. ആ സംവാദത്തിൽ കൃത്യമായി കൊണ്ട് നസ്രുദ്ദീൻ റഹ്മാൻ ചോദിച്ച ഒരു ചോദ്യം, അതിന് പ്രാമാണികമായി മറുപടി പറയാൻ കഴിയാതെ പ്രമാണങ്ങളെ കോട്ടിമാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സമയദൈർഘ്യം കൊണ്ട് വിശദീകരിക്കുന്നില്ല. ആ ചോദ്യം നിങ്ങൾ കൃത്യമായി ഒന്ന് കേൾക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് ഒന്നാമത്തെ മറുപടി കിട്ടിയാൽ അടുത്ത ചോദ്യം, അങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വീണ്ടും ഞാൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വല്ല സഹീഹായ ഹദീസും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയം ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മളുടെ ചോദ്യം. അതുകൊണ്ട് കൃത്യമായ മറുപടി നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാൻ എല്ലാവരെയും കാണുന്ന എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കലുണ്ട്. വൈദിശീനെ വിളിക്കലുണ്ട്, റിഫായിശീനൊക്കെ കാണുന്നതല്ല, മരണപ്പെട്ടു മഹാന്മാരെല്ലാവരെയും ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന തരത്തിലെന്ന് മാത്രമല്ല അവർക്ക് അതിനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോ വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് വല്ല ആവശ്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇസ്തിആസ ചെയ്യാൻ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം അഭ്യർത്ഥിക്കുവാൻ സ്വഹീഹായ വല്ല ഹദീസുമുണ്ടോ എന്ന ചോദ്യം. അപ്പൊ മുസ്ലിയാർ കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ കഷ്ണമാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ റെഡിയായി വെച്ചതുകൊണ്ട് സ്വഹീഹായ ഹദീസ് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? എന്തിനാണ് ഹദീസ് ആയത്ത് തന്നെ ഇല്ലേ എന്ന് ചോദിച്ച് ഖുർആൻ തന്നെ ആയത്ത് ഓതി. അങ്ങനെ ഹദീസ് എവിടെയെന്ന് നസ്രുദ്ദീൻ റഹ്മാനി ആവർത്തിച്ച് ചോദിക്കുകയും, സഹോദരങ്ങളെ ഈ ഖുർആനിന്റെ ആശയം ഇയാൾ വളച്ചൊടിച്ചപ്പോൾ സ്വഹീഹായ ഇമാം ബുഖാരിയിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു വിവരണം നസ്രുദ്ദീൻ റഹ്മാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യപ്പോൾ താൻ കൊണ്ടുവന്ന ഈ ആയത്ത് ഈ ഖുർആൻ സ്വഹീഹായ ഹദീസിന്റെ മുമ്പിൽ തകർന്നു പോകുമോ എന്ന് കൃത്യമായി അയാൾ ഭയപ്പെട്ടു. കാരണം എന്താ, സ്വഹീഹായ ഒരു ഹദീസിന് മുമ്പിൽ അള്ളാഹിന്റെ ഖുർആന്റെ ആയത്ത് തകരുമോ? ഇല്ലല്ലോ. പക്ഷെ ഇയാൾ കൊണ്ടുവന്ന ആയത്ത് തകരുമെന്ന് ഇയാൾക്ക് തോന്നാൻ കാരണം എന്താ, അതിന്റെ ആശയം അങ്ങനെയല്ലാതെ ഈ ഹദീസ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ബോധ്യമാകും എന്ന് ബേജാറായിക്കൊണ്ട് മുസ്ലിയാർ എന്ത് ചെയ്തു? ഉടനെ തന്നെ നിർബന്ധിതമായ ഹദീസും ഉദ്ധരിച്ചു, ആയത്തും ഉദ്ധരിച്ചു, പച്ചയായ ദുർവ്യാഖ്യാനം നടത്തി. സഹോദരങ്ങളെ, ആ ഗൗരവമേറിയ സംഭവം നിങ്ങൾ ഒന്ന് കൃത്യമായി കേട്ടോളൂ. അബൂബക്കർ തങ്ങൾ എടുത്തു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ചങ്ങാതിമാരെ പഠിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണം നടത്തിയ ആളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പഠിച്ചോളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന ആ പെണ്ണിന് എന്താണെന്നറിയോ? എന്റെ ശേഷം എന്റെ സ്ഥാനത്ത് ഭൂമിയിലുള്ളത് സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ ജീവിതകാലത്ത് തന്നെ ഒരാളെ കാണണമെന്നാണോ താല്പര്യം? പോയിക്കോ അബൂബക്കർ തങ്ങളുടെ അടുത്ത്. ഇതിനാർക്ക് അവിടെ തർക്കം? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ല? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, വിഷയം വളരെ കൃത്യമാണ്. രണ്ടും ചെയ്യാം. അബൂബക്കർ നിങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം, റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം. രണ്ടും സംഭവിക്കാം. എന്താ തെളിവ്? പഠിച്ചോ. ഒട്ടന്മാരാകുന്നതിന് ഒരു മാനദണ്ഡമുണ്ടോ? പഠിച്ചോളൂ നിങ്ങൾ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ത്വാഹ റസൂലുള്ളാഹി. ഇനി അതിന്റെ താഴെയുള്ള ഹദീസ് കൂടി കേൾക്കണോ നിങ്ങൾക്ക്? പഠിച്ചോ, പറഞ്ഞു തരാ. പഠിച്ചോ. ഹദീസ് ആയത്തും കൂടിയാ പറയാൻ പോകുന്നത്. അന ഔലന്ന സയ്യിദുനാ റസൂലുള്ളാഹി അന ഔലന്നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹ്. ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും ബന്ധപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഫഅയ്യുകും മാ തറക ദൈനൻ ഔ വയ്യതൻ ഫദഉനി. നിങ്ങൾക്ക് കടം വന്നാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ. ഫദഉനി, എന്നെ വിളിച്ചോ. റസൂലുള്ളാഹി ഉദൂനി അസ്തജിബ് ലക്കും.
അതേ വാക്ക് നബിന്റെ കാലശേഷേ അതിന്റെ കേട്ടോ ഹദീസ് കേട്ടോ ഹദീസ് പഠിച്ചു വെച്ചോളൂ. ഇൻ അലൽ അർദി മിൻ മുഅ്മിനിൻ. പഠിച്ചോ. ഈ ഭൂമിയിലുള്ള ഒരു മുഅ്മിനുമില്ല ഇല്ലാ ഉലൻ നാസി ബി. ഞാൻ അയാളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നോ. ഭൂമിയിലുള്ള മുഅ്മിനെ അറിയും. ഞങ്ങളൊക്കെ പെടും. നിങ്ങൾ പെടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പെടും. ഭൂമിയിലുള്ള സർവ്വ മുഅ്മിനീങ്ങളും എല്ലാവരും. പിന്നെ അന്നബിയോ ഞങ്ങളെ റസൂൽ ഞങ്ങളോട് ഔല തന്നെയാണ്. അപ്പൊ റസൂൽ തന്നെയാണ്. അത് മാറില്ല. പഠിച്ചോളൂ. നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അതാ പഠിച്ചോ. നെഫിന്റെ ശേഷമുള്ള നെക്കറൊക്കെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കി വെച്ചോളൂ. അത് ഉമൂമിനെ ഫായിദ പഠിക്കും. അപ്പൊ ഒരു മുഅ്മിനുമില്ല. എല്ലാവർക്കും പോകാം. ജീവിതകാലത്ത് പോയിട്ടുണ്ട്, ജീവിതത്തിന് ശേഷവും പോയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ ഓതി അതിന്റെ വിശദീകരണത്തിൽ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഫദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ. അതെല്ലാ മുഅ്മിനും പെട്ടു. അതാണ് ഒരു നാട്ടിലുള്ള ഒരു മുഅ്മിനുമില്ല എന്നോട് ബന്ധപ്പെട്ടിട്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ? വമ്പിച്ച ദുർവ്യാഖ്യാനമാണ്. മുസ്ലിയാർ പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത്. അത് വഫാത്തിന് ശേഷവും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് എന്ത് കടബാധ്യത വന്നാലും എൻ്റെ അടിയിലേക്ക് വരൂ, ഞാൻ ആ കടം തീർത്തു തരാമെന്ന. ശരിക്ക് ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ നമുക്ക് ഏതായാലും പേരിൽ കടം വാങ്ങാനും പറ്റൂല, കൊടുക്കാനും പറ്റൂല. ശരിക്ക് ചെയ്യേണ്ടത് നല്ലൊരു തീവ്രമായ കാന്തപുരം സുന്നി ഏതായാലും കുറേ സമുദായത്തെ വഞ്ചിച്ച് ശിർക്കിലേക്ക് കൊണ്ടുപോയി ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവുമല്ലോ. ഓനിരുന്നൊരു 10 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് പറഞ്ഞ ഡേറ്റ് ആവുമെന്ത് ചെയ്യുക? കൊടുക്കാതെ നിൽക്കുക. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിക്കോ. കാരണം എല്ലാ മുഅ്മിനുകളുടെ കടവും റസൂലുള്ള തീർക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. പോയിക്കോ, ടിക്കറ്റ് കൊടുത്തിട്ട് ടിക്കറ്റിന്റെ പൈസ എവിടെ തന്നെ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് വിടുക വേണ്ടേ? സഹോദരങ്ങളെ, ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുമോ? ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നത് പിന്നെ തോന്നും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ മഞ്ഞക്കണ്ണട വെച്ച് ഖുർആനും ഹദീസും തരിക, പല വാദത്തിന് വല്ല തെളിവുണ്ടോ? കിട്ടിപ്പോയി ഔലന്നാസ്. എന്നിട്ട് ഈ ഹദീസ് കൊടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഇടയിലൊരു ഡയലോഗ് എന്ത്? എല്ലാ മുഅ്മിനുകളും പെടുന്നതാണ്. ഞങ്ങൾ മുഅ്മിനാണ്, നിങ്ങൾ മുഅ്മിനാണ്, ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ വെള്ളക്കുപ്പായും തലപ്പാവും ഇട്ടിട്ട് സുന്നത്തമായത്തിൽ 4 ഡയലോഗ് അടിച്ചാൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ മുഅ്മിൻ തന്നെയാണ്. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിൽ നിങ്ങൾ വരുന്നൊരു ഘട്ടമുണ്ട്. പാരത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ. ആ കോടതിയിൽ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലയുരിദന്ന അലൈഹി അഖ്വാമുൻ അഅരിഫുഹും യഅരിഫൂനി. ഒരു വിഭാഗം ദൂരേതാ ഹൗദുൽ കൗസർ എന്ന പാനീയത്തിന്റെ അരികിലേക്ക് വരാൻ കഴിയാതെ മാറി നിൽക്കുന്നു. റസൂൽ പറയുന്നു, അവർക്ക് എന്നെ മനസ്സിലാകും, എനിക്ക് അവരെയും മനസ്സിലാകും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാടി വിളിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ കൗമാന്ന് വിചാരിച്ചിട്ടാ വിളിക്കണത്. നമ്മളെ കൗമാന്ന് വിചാരിച്ചിട്ടാ വിളിക്കണത്. ആ സമയത്താണ് സുമ്മയുഹാലി ബൈനി വബൈനഹും, അവർക്കും എനിക്കും ഇടയിൽ ഒരു മറ വീഴുകയാണ്. ആ സമയത്ത് ഞാൻ അല്ലാഹുവിനോട് പറയും, ഇന്നഹും മിന്നി, അവരെന്റെ ഉമ്മത്താണ് റബ്ബേ, ഇങ്ങോട്ട് വിടുനാഥാ. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, മുഹമ്മദ് നബിയേ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെ പുത്തനാചാരമാണ് അവർ കൊണ്ടുവന്നത്, പുതിയതാണ് കൊണ്ടുവന്നത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല. കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹോദരങ്ങളെ വഫാത്തിന് ശേഷവും നമ്മളെ കാണാനും കേൾക്കാനും അറിയാനും കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമ്മളെ കൗമ അങ്ങോട്ട് വരിക, വിളിക്കുക, പിന്നെ വിളിക്കണി വരാൻ പോയടാ അവിടുന്ന് തലകെട്ടിയാല് സകല ഖുറാഫാത്തും കൊണ്ടുവന്നോലെ എന്നാണ് റസൂൽ നാട്ടിലല്ലേ വേണ്ടേ? ഒക്കെ നമ്മളാന്ന് വിചാരിച്ച് നബി വിളിക്കുക. റസൂലിനെ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ഇതിന്റെ ഉമ്മത്ത് തന്നെയാണ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക്, താങ്കൾക്ക് ശേഷം ദീനില് പുത്തൻ വാദങ്ങൾ കൊണ്ടുവന്നവരാണ്. ഉടനെ റസൂലുള്ളാഹി കോപാകുലനായി മറുപടി പറയുന്നു, സുഹക്കും വസുഹക്കൻ ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ദീനിനെ മാറ്റിയവരെ വിദൂരം നിങ്ങൾക്ക്. അതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള പണവും പ്രശംസയും അതുപോലെ തന്നെ സ്വീകരണങ്ങളൊക്കെ കിട്ടും. പക്ഷെ സ്വീകരണം കിട്ടിയിട്ടില്ല. പുത്തനത്താണിൽ ഗംഭീരമായ സ്വീകരണമൊക്കെ നടത്താൻ വേണ്ടി വരും മെനക്കെട്ടെങ്കിലും സുലൈമാൻ സഖാഫി എന്ന ഏറ്റവും വലിയ ദുർവ്യാഖ്യാന വീരന്റെ മഹല്ലാണ് അവിടെ അപ്പുറത്ത്. മൂപ്പര് പറഞ്ഞ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പച്ചക്ക് വ്യഭിചരിച്ചാൽ ഞാനാ, എന്നെക്കാളും വലിയ വ്യഭിചാരിയോ? അത് സമ്മതിക്കൂല. അതുകൊണ്ട് സ്വീകരണം ഇവിടെ വേണ്ട, വായിപ്പിച്ച്
നീ എവിടെ സ്വീകരണം കൊടുക്കണം അല്ലാഹു ആലം. ഏതായാലും നിങ്ങൾ കൊടുത്തോളി. പക്ഷെ ഈ ദുർവ്യാഖ്യാനത്തിന്റെ അകക്കാമ്പ്, അകരമന രഹസ്യം കൃത്യമായി സഹോദരങ്ങളെ നസറുദ്ദീൻ റഹ്മാനി പൊളിച്ചെഴുതിയിട്ടുണ്ട്. ആ CD നിങ്ങൾ ഇവിടുന്ന് വാങ്ങണം, വിശദമായി കേൾക്കണം. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി മാത്രം കേൾപ്പിക്കുകയാണ്. കേട്ടോളൂ ആ ദുർവ്യാഖ്യാനത്തിന്റെ അപകടം എത്രത്തോളമാണെന്നും ആരുടെ പേരിലാണ് ഇവര് ഈ രൂപത്തിൽ കോട്ടിമാറ്റിയതെന്നും നസറുദ്ദീൻ റഹ്മാനി വിശദീകരിക്കുന്ന അടുത്ത ഭാഗം നിങ്ങളത് കേൾക്കുക. അർത്ഥം നാലാമത്തതാണ് ചർച്ചയിൽ നൗഷാദ് അഹ്സനി വായിച്ച ഭാഗം. അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വഇസ്ആഫിഹിം ഫീ നവാഇബിഹിം അലാ മാ റവാഹു അബ്ദുറഹ്മാൻ ഇബ്നു അബി ഉംറത അൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു. നാലാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവനാണ്. അവരുടെ കടം വീട്ടുന്ന വിഷയത്തിൽ, പ്രയാസങ്ങൾ അവരെ സഹായിക്കുന്ന വിഷയത്തിൽ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കൂടെ അദ്ദേഹം എടുത്തു കൊടുത്തു. മാമിൻ മുഅ്മിനിൻ ഇല്ലാ അന ഔലൻ നാസ് ബിഹി ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ജനങ്ങൾക്ക് അവരെക്കാളെല്ലാം പ്രവാചകൻ എല്ലാ സത്യവിശ്വാസികളെക്കാളും പ്രിയപ്പെട്ടവനാണ് ദുനിയാവിലും ആഖിറത്തിലും. യഖറഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുക. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ശേഷം കാണാം ഫഅയ്യുമാ മുഅ്മിനിൻ തറക മാലൻ, ഏതെങ്കിലും ഒരു സത്യവിശ്വാസി സമ്പത്ത് ഉപേക്ഷിച്ച് അയാൾ മരണപ്പെട്ടു, അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ഫൽതരിതുഹു ഉസ്ബതുഹു മൻ കാനു, ആ അനന്തരാവകാശികൾ ആരോ ഉള്ളത് അവരത് അനന്തരമെടുക്കട്ടെ. വൈൻ തറക ദൈനൻ, ഇനി ഒരാൾ കടം ശേഷിപ്പിച്ചുവെങ്കിൽ ഔ ലയാഅൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നിലക്ക് കുടുംബത്തെ ഉപേക്ഷിച്ചെങ്കിൽ ഫൽയഅ്തിനി, അവൻ എൻ്റെ അടുത്ത് വരട്ടെ. ഫഅന മൗലാഹു, ഞാൻ അവന്റെ രക്ഷാധികാരിയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ പറയപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് നൗഷാദ് അഹ്സനി പറഞ്ഞത്, ആർക്ക് എവിടെ എപ്പ കടമുണ്ടെങ്കിലും അവരെല്ലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വരട്ടെ, റസൂലുള്ളാഹിനെ വിളിക്കട്ടെ. കടം വീട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതാ ഈ വാചകം വായിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോഴും ആയത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ നടത്തുമ്പോഴൊക്കെ അവിടുത്തെ ഈ ഹദീസിന്റെ ഉദ്ദേശ്യം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടതാണ്, വഫാത്തുമായി ബന്ധപ്പെട്ടതല്ല. വഫാത്തിന് ശേഷം അങ്ങനെ ഒരു കടബാധ്യതയുള്ളവർ റസൂലുള്ളാഹിന്റെ അടുത്ത് കടബാധ്യതയ്ക്ക് വേണ്ടി തേടണമെന്ന ഒരു ഹുക്മ് ഇസ്ലാമിക ശരീഅത്തിലില്ലേ? ഇല്ല. മാത്രമല്ല ഈ സംഭവം ഉദ്ധരിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടാമത് വായിച്ചത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഹദീസാണ്. ത്തിലേറെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഫൽയദ്ഉനി, എന്നെ വിളിക്കട്ടെ, ഫദ്ഉനി, എന്നെ വിളിക്കട്ടെ. അതെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആയത്തോതലില്ലേ? ഇവിടെ റസൂലുള്ള പറയുന്നത് എന്നെ വിളിക്കട്ടെ, അപ്പോൾ ഞാൻ അവർക്ക് എന്താ കടം വീട്ടി കൊടുക്കുമെന്ന് റസൂലുള്ള മുസ്ലിമിന്റെ റിപ്പോർട്ടിലുമുണ്ട് എന്ന നിലക്ക് അദ്ദേഹം ശുദ്ധമായ ചരിത്രപരമായൊരു നുണ, അതാണ് കേരളക്കരയിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു നോക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കാരന്തൂരികളോട് ചോദിക്കാണ്, നിങ്ങളെ കൂട്ടത്തിൽ മാന്യതയുള്ളൊരു മനുഷ്യനുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ? നൗഷാദ് അഹ്സനിക്ക് എന്തായാലും അല്ലാഹുവിനെ പേടിയില്ല. കാരണം അയാൾ നരകത്തിനു വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി തെളിയിച്ചു കഴിഞ്ഞതാണ്. കാരണം ഇമാം മുസ്ലിമിന്റെ ഹദീസ് പോലും അല്ലാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ഉപയോഗിച്ചുകൊണ്ട് സമ്പാദത്തിൽ ലഭിക്കുന്ന അല്പനേരത്തെ ആശ്വാസത്തിനും തങ്ങളുടെ കുഞ്ഞാടുകളുടെ ചാട്ടത്തിനും വേണ്ടി സ്വന്തം പരലോകം വരെ പണയപ്പെടുത്തുന്ന മനുഷ്യനാണ് അയാൾ. പക്ഷേ കാരന്തൂരികളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ഈ വാചകങ്ങൾ വായിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ കൂട്ടത്തിലുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഔദ്യോഗിക സമസ്തയിലും പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദീസ് ദുർവ്യാഖ്യാനിക്കരുത്, ഇത് മൊത്തത്തിൽ സമസ്തക്ക് നാണക്കേടാണ്, എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിനെയും സ്വഹീഹായ ഹദീസുകളെ പോലും പച്ചക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നെഞ്ചൂക്കോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇവര്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ അന്ധമായി തഖ്ലീദ് ചെയ്ത്
ഇവർ തന്നെയാണ് സ്വർഗത്തിന്റെ അഹരികാരെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്തയിലെ വല്ല സഹോദരങ്ങളും സഹോദരിമാരും ഈ സീഡിയും അല്ലെങ്കിൽ ഈ സംസാരവും ഇനിയുള്ള കാലങ്ങളിലും കേൾക്കുന്നു എങ്കിൽ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച ഒരായത്തിന്റെ അർത്ഥമാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിന്റെ 28-29 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയൗമ യഅല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖതു മഅർ റസൂലി സബീലാ. അക്രമികൾ, ആ അക്രമം ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് വന്നുകൊണ്ട് മഹ്ശറയില് 2 കൈയും മണ്ണാക്കിലേക്ക് ഇട്ടുകൊണ്ട് അമർത്തി തന്റെ പല്ലുകളാൽ വിരലുകൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വായിലേക്ക് ഇട്ടുകൊണ്ട് അക്രമികൾ കടിച്ച് ഈ രൂപത്തിൽ വിലപിക്കുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ കട്ടമേ, ഇന്നാലിന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചത് കൊണ്ടല്ലേ ഈ രൂപത്തിൽ എനിക്ക് നഷ്ടം സംഭവിച്ചത്. ഞാൻ അല്ലാഹുവിന്റെ ഏറ്റവും നല്ല റസൂലിന്റെ ഏറ്റവും നല്ല ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, അഥവാ ഖുർആനും സുന്നത്തും സലഫ് സ്വാലികൾ മനസ്സിലാക്കിയ രൂപത്തിലൂടെ ഞാൻ ഈ പാത സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അപകടം സംഭവിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് വിലപിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ കൂടെ നരകത്തിലെത്താതിരിക്കാൻ അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്ന കാര്യം അത് കൃത്യമായി കൊണ്ട് ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഈ മഹത്തായ 1924 കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസ് സുന്ന വൽ ജമാഅ സംഘം എന്ന തറവാട്ടിൽ നിന്ന് ഇതിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിച്ച് ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർ 1926 സമസ്ത എന്ന തലക്കെട്ട് ചേർത്തുകൊണ്ട് ഒരു പുതിയ സംവിധാനം രൂപീകരിച്ച് പുറത്തുപോയത്. ഈ കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാൽ ഇന്ന് മതകമ്പോളങ്ങളിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടേതായ ചില യുക്തിയുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളെ കോട്ടിമാറ്റി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സഹോദരങ്ങളെ സലഫിയത്ത് നെഞ്ചിലേറ്റിയ ആദർശ പ്രസ്ഥാനത്തിനപ്പുറത്തുള്ള സകല പ്രസ്ഥാനങ്ങളുടെയും അവസ്ഥ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. 1947 ശേഷം ഇന്ത്യയിൽ പുതിയൊരു വാദവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവുണ്ടായി. കേരളത്തിൽ ഒരു പുതിയ സംവിധാനമുണ്ടായി. 2002 നമുക്കറിയാം, 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഊറ്റിക്കുടിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഇതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ പുറത്ത് സമാന്തര സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ ചിന്താഗതിയുമായിട്ട് ഈ പ്രസ്ഥാനത്തെ തുളച്ചു പോയവരാണ് ആര്? മടവൂരികൾ എന്ന് പറയുന്ന ഹുസൈൻ മടവൂരിന്റെ കൂടെ രംഗത്ത് വന്ന ആളുകൾ. അവർ സത്യത്തിൽ രംഗത്ത് വന്നപ്പോൾ അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി അവര് അനവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് സലഫിയത്തില്ല, അവര് പൂർണ്ണമായി സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിൽ പുറത്താണ് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ കേരളത്തിൽ നമ്മൾ തെളിയിച്ചു. അവസാനം അത് സ്വയം അവർ തന്നെ ഏറ്റെടുത്ത് ആ രൂപത്തിലാണ് ഞങ്ങൾ എന്ന് ഇവിടുത്തെ ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്ത് മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിലെ ഏറ്റവും തീവ്ര വിഭാഗമായ സുന്നികൾ, AP സുന്നികളുടെ മുമ്പിൽ പോലും അവര് അടിയറ വെക്കേണ്ടി വന്നു. അറിയോ നിങ്ങൾക്ക്? ഈ സലഫിയത്തിൽ നിന്ന് തുളച്ചു പോയവർ, പ്രമാണങ്ങളെ ബുദ്ധിക്കനുസരിച്ച് കോട്ടിമാറ്റിയവർ, അല്ലാഹുവും റസൂലും പറയാത്തതിനെ സഹോദരങ്ങളെ സ്വന്തം ഇച്ഛ പ്രകാരം വ്യാഖ്യാനിച്ചവർ, സമസ്തയിലെ പുരോഹിതന്മാരുടെ മുമ്പിൽ പോലും കൃത്യമായ തെളിവുകൾ പറയാൻ കഴിയാതെ വശലാകുന്ന രംഗം കൃത്യമായി നിങ്ങൾ കോടമ്പുഴ സംവാദത്തിലെ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. പറയട്ടെ, ഇത് നിങ്ങളുടെ സുല്ലമിയുടെ ബുക്ക്, നിങ്ങൾ അതൊന്നും വിട്ടുപോകൂല, ഞങ്ങൾ ചോദ്യം ആവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ബുക്കിൽ പറയുന്നു കേട്ടോ, ഞാൻ വായിച്ചു തരാം. സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയൽ അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരും ഉപദ്രവിക്കുമെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കലായി തീരുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നു. സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് നിങ്ങളെ സുല്ലമി. എന്നാൽ ഇത് നിങ്ങളുടെ ഖുർആൻ പരിഭാഷ അമാനി മൗലവി എഴുതി, PK മൂസ മൗലവി നിങ്ങളെ ദീർഘകാലത്തെ പ്രസിഡന്റ് സെക്രട്ടറി അയാൾ എഴുതി. അതുപോലെ തന്നെ നിങ്ങളുടെ അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവില്ലേ അലവി മൗലവി, അയാൾ എഴുതിയ പുസ്തകം ഞാൻ വായിക്കുന്നു കേട്ടോ.
സിഹറിന് യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായുള്ള എന്തെങ്കിലും ഫലമുണ്ടാകുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഈ അഭിപ്രായം ശരിയല്ല എന്ന് കൃത്യമായി നിങ്ങൾ അമാനി മൗലവി, ഞാൻ ചോദിക്കട്ടെ, സലാം സുല്ലമിന്റെ ബുക്ക് അനുസരിച്ച് അമാനി മൗലവി മുശ്രിക്കായോ? മുശ്രിക്കിന്റെ ലിസ്റ്റ് കൂടുതൽ വരിക. നിങ്ങളെ തൗഹീദ് കൊണ്ടുള്ള പ്രശ്നം അത്. ഈ ബുക്ക് അനുസരിച്ച് അമാനി മൗലവി കാഫിർ. മറുപടി പറയാളൂ. എങ്ങനെ ഇയാൾ രക്ഷപ്പെടാൻ കഴിയൂ? അമാനി മൗലവി കാഫിർ. മുശ്രിക്കിന്റെ ലിസ്റ്റ് മറക്കണ്ടോ? അമാനി മൗലവി, PK മൂസ മൗലവി, സലാം സുല്ലമിന്റെ വാപ്പാലവി മൗലവി, ഇത് പരിശോധിച്ച KM മൗലവി. മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സിഹർ കൊണ്ട് കഴിയുമെന്ന് എഴുതി വെച്ച KM മൗലവി മുശ്രിക്കാണോ? ഈ മൗലവിമാരൊക്കെ മുശ്രിക്കാണോ? പറയും നിങ്ങളെ ശിർക്ക് കൊണ്ട് വന്ന അപകടാത്. ശിർക്ക് അലീമാറിന് പറഞ്ഞു കുത്തർക്കാൻ മൊത്തം മുശ്രിക്കുവാണ്. എവിടേക്ക് നിങ്ങൾ ഈ പോണേ? കണ്ടോ സഹോദരങ്ങളെ, ഇവിടെ സമൂഹത്തില്, മുസ്ലിം സമൂഹത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ ശിർക്കും കുഫറും ആരോപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ പ്രതിനിധിയാണ് ആര്? നൗഷാദ് ഹസനി. കാരണം മൂപ്പർക്ക് തന്നെ അത്ഭുതം, ഞങ്ങളാണല്ലോ ഇതിന്റെ അവകാശികൾ. കാരണം ഞങ്ങളെ നേതാക്കന്മാരെ കേവിനെ കുഫറിലേക്ക് പറഞ്ഞു, EK ഗാഫറാണെന്ന് പറഞ്ഞു, ശിഹാബ് തങ്ങൾ മുസൈലിത്തുൽ ഖദ്ദാബിനെക്കാളും പേച്ചോനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയണ ഞങ്ങളെക്കാളും മോശ ഞങ്ങള്. ഓൻക്ക് തന്നെ അത്ഭുതം. കാരണം ഇതിനൊക്കെ യഥാർത്ഥ അപ്പോസ്തലന്മാർ ഞങ്ങളാണ്. പണ്ടൊരുത്തന് ബാപ്പാനെ സ്ഥിരമായിട്ട് തല്ലുന്ന ആളാണ്, എന്നും അടിക്കും ബാപ്പാനെ. അപ്പൊ പള്ളിയിലെ മഹല്ല് പള്ളിയിലെ പിന്നെ ജനറൽ ബോഡിയിൽ ആരോ വാപ്പാനെ അടിച്ചു എന്ന് ഇപ്പം കേട്ട് അങ്ങോട്ട് ചൂടായി. ആരാണ് എൻ്റെ വാപ്പാനെ തല്ലാൻ? ഞാൻ ഇവിടെ ഉണ്ടാവുമെന്നാ. ആരാണ് എൻ്റെ വാപ്പാനെ തല്ലാൻ? അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ ഞങ്ങളല്ല ഇവിടെ കാഫർ മുശ്രിക്കൊക്കെ ഏറ്റവും വലിയ അർഹര്. പിന്നെ ഈ സലാം സുല്ലമി മറ്റവരൊക്കെ ആക്കിയപ്പോൾ മൂപ്പർക്ക് അത്ഭുതം. സഹോദരങ്ങളെ, ഈ ഒരു അബദ്ധം യഥാർത്ഥത്തിൽ ഈ ആധുനിക ചേകന്നൂരിയായ സലാം സുല്ലമിക്ക് വന്നത്. നമ്മൾ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ ഈ ഒറ്റപ്പെട്ട വ്യതിയാനങ്ങൾ മടവൂരിസ് ഒരിക്കലും തലയിലേറ്റൂല. സത്യത്തിൽ ഈ ഹദീസ് നിഷേധ ചന്ത, അല്ലെങ്കിൽ ഈ ഹദീസ് നിഷേധത്തിന്റെ ഭണ്ഡാരം, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കാത്തിരിക്കുകയായിരുന്നു ഈ സാധു. കാരണം ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ എഴുതി കൂട്ടിയ ആളാ. പക്ഷെ പുറത്തേക്കാണ്ട് വിടൂല, നമ്മള് പുറത്തേക്ക് വിടൂല. അകത്തളത്തിൽ കൃത്യമായി വിമർശിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഔദ്യോഗികമായി സഹോദരങ്ങളെ, മടവൂരിസം രംഗത്ത് വന്നപ്പോ യഥാർത്ഥത്തിൽ സ്വന്തം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളെ കണ്ണീര് കാണണം എന്ന ദുഷ്ടയായ അമ്മായിമ്മയുടെ ചിന്ത ഇവർക്ക് കടന്നു വന്നതോടുകൂടി ഇവരെന്ത് ചെയ്തു? കിട്ടിയ അണ്ടനെ അടകോടനെ ഒക്കെ കയറ്റി. ആ കയറ്റിയപ്പോൾ എന്ത് ചെയ്തു? സലാം സുല്ലമിക്ക് നല്ല ആവേശമായി. മൂപ്പര് ഹദീസ് പിന്നെ നിഷേധത്തിന്റെ ദുർഗന്ധമുള്ള ഭണ്ഡാരം, മാറാപ്പ്, അത് മടവൂരി പുസ്തകമാകുന്ന പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് വിതറി. അപ്പോഴും വിചാരിച്ചു നമ്മൾ CPA പോലെയുള്ള സലഫിയത്ത് അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണല്ലോ. അനവധി പണ്ഡിതന്മാരായിട്ടുണ്ടല്ലോ, ഓലെന്തായാലും ഇത് അംഗീകരിക്കൂല. നോക്കുമ്പോൾ CP മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി സലാം സുല്ലമി ഹദീസ് നിഷേധിയല്ല, മൂപ്പർ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അയക്കൂല, മൂപ്പർ അഭിപ്രായം ഔദ്യോഗിക അഭിപ്രായമാണ്. അതോടുകൂടി മടവൂരിസത്തിന്റെ കാറ്റ് പോയി. ഖുറാഫികളുടെ മുമ്പിൽ പോലും നിലനിൽക്കാൻ പറ്റാതെ തലതാഴ്ത്തുന്ന അവസ്ഥ വന്നു. എന്താ കാരണം? ഇയാൾ തൗഹീദ് നവയാഥാസ്ഥികളുടെ വ്യതിയാനവും എന്ന പുസ്തകത്തിന്റെ 11-ാമത്തെ പേജിൽ സലാം സുല്ലമി എഴുതുന്നത്, മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. കണ്ടോ? കാരണം എന്താ? മലക്കും ജിന്നും അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയൂല എന്ന് ഇയാൾ പിഴച്ച വിശ്വാസം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഭൗതികം അഭൗതികം, തെളിഞ്ഞ വഴി മറഞ്ഞ വഴി, കാര്യകാരണ ബന്ധത്തിന് അതീതം അധീനം തുടങ്ങിയിട്ടുള്ള ഈ സാങ്കേതിക ശബ്ദങ്ങളിൽ ഈ വ്യക്തിക്ക്, ഈ മടവൂരിസത്തിന് ശക്തമായ അബദ്ധങ്ങൾ, സഹോദരങ്ങള്, വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇയാൾ ഖുർആനിൽ ആയത്തോതിയിട്ട്, ഞാൻ ഒരൊറ്റ ആയ ചോദ്യമാണ്, എല്ലാ വാദം വലുത് പൊളിച്ച, എല്ലാം പൊളിച്ച. നിങ്ങൾ കേട്ടോളി, ഞാൻ ഖുർആൻ മുമ്പ് ഒരു ആയത്ത് ഓതാൻ ആയത്തിന്റെ കോലം കണ്ടോളി. ഒന്നാമത്തത് ഖുർആൻ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, മറഞ്ഞ നിലക്ക് അള്ളാഹനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ, മുവഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനെ മാത്രമേ മറഞ്ഞ നിലക്ക് ഭയപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. സൂറത്ത് മാഇദയിൽ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ചില അവസരങ്ങൾ ഉണ്ടാക്കും. ആരാണ് മറഞ്ഞ നിലക്ക് പടച്ചോനെ പേടിക്കുക? അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാഹിനെ പേടിച്ചാൻ പാടുള്ളൂ.
അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാഹിനെ പേടിച്ചാൻ പാടുള്ളൂ. തൗഹീദിന്റെ ഏറ്റവും വലിയ മർമ്മാണ് അദൃശ്യമായ നിലക്ക് അള്ളാഹിനെ മാത്രമേ പേടിച്ചാൻ പാടുള്ളൂ. അപ്പൊ നമ്മളൊക്കെ സത്യത്തിൽ ജിന്ന് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്നു, മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മനുഷ്യരെ സഹായിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവരൊക്കെ ഈ ദുനിയാവിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളാണ്. ജിന്ന് മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ എന്താണ്? അഭൗതികമായ രൂപത്തിലുള്ള വിശ്വാസമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എന്താ? മുശ്രിക്കുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇയാള് വലിയ തഫ്സീറൊന്നും വായിക്കണ്ട. കേരളത്തിലെ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന ഈ പുസ്തകം വായിച്ചില്ലെങ്കിൽ ഈ വിടുവായത്തെ ഇയാൾ പറയോ? ആ പുസ്തകത്തിൽ പോലും പറയുന്നത് എന്താ? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയും ഉള്ളവരാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു, അഥവാ ജിന്നിന് കഴിയുന്നു. എന്നിട്ട് അമാനിമൊഴി പറയാണ്, സൂറത്ത് അറാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അവരിങ്ങോട്ട് കാണും, നമുക്ക് അവർക്ക് കാണാൻ കഴിയില്ല. എന്നിട്ട് രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയാൻ, മനുഷ്യനെ വഴിപേൽപ്പിക്കുവാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു സാങ്കത്യവുമില്ല. അപ്പൊ സാക്ഷാൽ ഗൈബ്, ആപേക്ഷിക ഗൈബ്, യഥാർത്ഥത്തിൽ മറഞ്ഞ വഴി, അതേപോലെ തന്നെ അദൃശ്യ വഴി എന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ വാചകത്തിൽ തന്നെ കൃത്യമായി സഹോദരങ്ങളെ വിശദീകരണം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇയാൾ പറയുന്നത് അമാനി മൗലവി എഴുതിയ വിശ്വാസം ശിർക്കാണ്. ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അമാനി മൗലവി എഴുതിയത്. അപ്പൊ റിപ്പോർട്ട് ചെയ്ത സ്വഹാബത്തും ശിർക്ക് ചെയ്തു, ഇത് ഉദ്ധരിച്ച റസൂലിന് ശിർക്ക് ചെയ്തു, അല്ലാഹു വഹിയാൽ അറിയിച്ചു കൊടുത്താൽ അപ്പൊ അല്ലാഹു തആലയും ശിർക്ക് പ്രചരിപ്പിച്ചു. എവിടേക്കായി ആരോപണം പോകുന്നത്? ഇനി കേട്ടോളി, അമാനി മൗലവി പറയാണ്, മറഞ്ഞ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തോട് പിശാച് മുഖേന അവന്റെ സേവകർക്ക് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള ഈ ധാരണ എതിരാകുന്നില്ല. പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും വാദിച്ചേക്കാം. വൈറസ്, ബാക്ടീരിയ, മൂക്കിലെ പറ്റെന്നൊക്കെ പറയണേ, ഇയാളെ പോലുള്ള ചില നിഷേധികൾ അങ്ങനെയും വാദിച്ചേക്കാം. എന്നിട്ട് കൃത്യമായി പറയുന്നു, മറഞ്ഞ കാര്യം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഏത് കാര്യവും കാലദേശമോ ഏത് തരത്തിലുള്ള വകഭേദമോ ഇല്ലാതെ ശരിക്കും കൃത്യമായും അണുവളവ് പഴക്കാതെയും ദൃഢമായി അറിയുക അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ്. വല്ലതും അവൻ അറിയിച്ചു കൊടുത്താൽ അത് അവന്റെ സൃഷ്ടികൾക്ക് അറിയും. മാത്രമല്ല, പൈശാചികമായി ലഭിക്കുന്ന അനുമാനങ്ങളിൽ പലതും നുണയായിരിക്കും, പലതും ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുന്നതുമായിരിക്കുകയും ചെയ്യും. ചിലതൊക്കെ ശരിയാവുകയും ചെയ്യുമെന്ന് അമാനി മൗലവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതിനെ നിഷേധിച്ച് മുന്നോട്ട് പോയ ഇയാളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കഴിവും ജിന്നിന്റെ കഴിവും ഒന്നാണ് എന്ന് പറഞ്ഞ അപകടത്തിലേക്ക് എത്തിയത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇത് സലഫിയത്തിനെ നിഷേധിച്ചത് കൊണ്ട്, സലഫിയത്തിനെ അംഗീകരിക്കാത്തത് കൊണ്ട് മടവൂരിസത്തിന് സംഭവിച്ചതാണെങ്കിൽ, ഈ കേരളത്തിൽ ആ മടവൂരിസത്തിന്റെ അതേ വാദം, സലാം സുല്ലമയുടെ പഴച്ച ചിന്താഗതികൾ അങ്ങനെ തന്നെ മണ്ടയിലേറ്റി കേരളക്കരയെ ഒരു പുതിയ തൗഹീദ് രൂപീകരിച്ച് ശക്തമായ വ്യതിയാനത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന അബ്ദുറഹ്മാൻ സലഫി അടങ്ങുന്ന കോക്കസ് ആ വാദം ഇന്ന് കടമെടുത്തു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ മാർഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും നമ്മളെ സഹായിക്കാനും നമ്മുടെ കാര്യങ്ങൾ അറിയാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മളാരും അതിനപ്പുറം വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവിടെ ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നത്, ജിന്നുകൾ മനുഷ്യരെ സഹായിക്കുന്നത്, അതേപോലെ തന്നെ മലക്കുകൾ നമ്മെ സഹായിക്കുന്നത്, മലക്കുകൾ ഇവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതൊന്നും അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രവർത്തനമല്ല, അതെല്ലാം ഭൗതികമാണ്. എത്ര കൃത്യമായി കുഞ്ഞീദ് മദനിയെ പോലെയുള്ള, ഉമ്മർ മൗലവിയെ പോലെയുള്ള, കെ എം മൗലവിയെ പോലെയുള്ള, വക്കം അബ്ദുൽ ഖാദിർ മൗലവിയെ പോലെയുള്ള പ്രഗത്ഭരായ ഇസ്ലാഹി പണ്ഡിതന്മാർ എത്രയോ മുമ്പ് തന്നെ കൃത്യമായി വിശദീകരിച്ചു. അഭൗതിക കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികളുടെ കഴിവ് ഭൗതികമാണ്. അഭൗതികത കൽപ്പിച്ചുകൊണ്ടുള്ള തേട്ടം മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ. അപ്പൊ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആ അർത്ഥത്തിൽ അദൃശ്യമായ രൂപത്തിൽ ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെയാണ്. ആ രൂപത്തിൽ സഹായം പ്രതീക്ഷിക്കേണ്ട അള്ളാഹുവിൽ നിന്നാണ്. അല്ല എന്ന് ഇവിടെ ആരും വിശ്വസിച്ചിട്ടില്ല. പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് വലിയ
ചിന്ത സമൂഹത്തിൽ അവതരിപ്പിക്കുകയാണ് സത്യത്തിൽ ഇയാൾ ചെയ്തിട്ടുള്ളത്. ഈ അപകടകരമായ വാദം ഇന്ന് കേരളത്തില് സഹോദരങ്ങളെ മൻഹജ് സലഫ് എന്ന് പറയുന്ന ആധികാരികമായ ഈ പ്രമാണങ്ങളെ സ്വീകരിക്കാനുള്ള രീതിശാസ്ത്രം മാറ്റിവെച്ചിട്ട് പുതിയൊരു മൻഹജ് കേരളത്തിൽ ഉണ്ടാക്കി. ആരാ? അൽ മൻഹജുൽ അബ്ദുറഹ്മാനിയ. അബ്ദുറഹ്മാൻ സലഫ് ഉണ്ടാക്കിയ മൻഹജ്. ആ അബ്ദുറഹ്മാൻ സലഫ് ഉണ്ടാക്കിയ മൻഹജ് സലഫ് സ്വീകരിക്കണം എന്ന് സർക്കുലർ ഇറക്കി അടിച്ചേൽപ്പിച്ചു. അപ്പൊ നമ്മളെ എം അക്ബർ സാഹിബ് പോലും MSM കുട്ടികൾക്ക് ക്ലാസ് എടുത്ത കാലത്ത് മൻഹജ് സലഫിനെതിരായി MSM പറഞ്ഞ് ഞങ്ങൾ പോകാൻ പറയണം അവരോട് എന്ന് പറഞ്ഞ ആള് സത്യത്തിൽ എന്തായി? ഈ ഖുർആനും സുന്നത്തും മൻഹജ് സലഫിന് പകരം പ്രമാണിമാരുടെ മദ്ഹബ് അല്ലെങ്കിൽ പ്രമാണിമാരുടെ സലഫ് എന്ന നിലക്ക് അതാണ് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലും ഈ അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊടുത്ത നോട്ട് സഹോദരങ്ങളെ സമ്മേളനത്തിൽ പ്രസംഗിച്ചില്ലേ? ഇത്ര വലിയൊരു ജഹാലത്ത് വേറുണ്ടോ? ആ സാധുത്ര സമൂഹത്തിൽ എത്രയോ മുജാഹിദുകളുടെ മനസ്സിലെ മാണിക്യ കൊട്ടാരത്തിൽ ആദരിച്ചിരുന്ന എം അക്ബർ സാഹിബിന് പ്രമാണത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി എന്ന് മനസ്സിലായപ്പോൾ, സലഫിയത്ത് വലിച്ചെറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ മനസ്സിൽ നിന്ന് സകല ബഹുമാനവും കൊടുത്ത് മാറ്റിവെച്ച ചരിത്രമാണ് നമ്മളെ കാലത്തും കണ്ടത്. അതാണ് ഇപ്പോഴും മുജാഹിദ് ആദർശത്തിന്റെ പടയാളികൾ ചെയ്തത്. അബ്ദുറഹ്മാൻ സലഫി ഈ പിഴച്ച വാദത്തിലേക്ക് പോകുന്നതും അയാൾ പ്രഖ്യാപിക്കുന്നതും കൃത്യമായി നിങ്ങളൊന്ന് കേട്ടോളൂ. ആജിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട. ഉണ്ടോ? അപ്പൊ ആ ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാണ്. ആരും സംശയിക്കണ്ട. അദൃശ്യമായ കഴിവ് നൽകിക്കൊണ്ട്, ആ അർത്ഥത്തിലുള്ള അഭൗതികമായ കഴിവ് നൽകിക്കൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രതീക്ഷയോടുകൂടി ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, മലക്കിനോട് തേടിയാൽ ശിർക്കാണ്, മഹാത്മാക്കളോട് തേടിയാൽ ശിർക്കാണ്, ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് തേടിയാൽ ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വാദം സഹോദരങ്ങളെ മുജാഹിദുകൾക്ക് ആർക്കുമില്ല. പക്ഷെ ഇയാൾ പറയുന്നത് എന്താണ്? ജിന്ന് അഭൗതികമാണ്. അതുകൊണ്ട് തന്നെ ആ ജിന്നിനുള്ള സഹായത്തേട്ടം ശിർക്കുമാണ്. എങ്കിൽ അഭൗതികമായ ജിന്ന് നമ്മെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാകണ്ടേ? അഭൗതികമായ ജിന്ന് നമ്മെ ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാകണ്ടേ? അപ്പൊ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകൂലേ? ഇതൊക്കെ സഹോദരങ്ങളെ ഇനി ഒരു കാലത്ത് നമുക്ക് വിശദീകരിക്കേണ്ടി വരില്ല. മടവൂരികൾ നിഷേധിച്ച പോലെ ഘട്ടം ഘട്ടമായി അവര് ആ നിഷേധത്തിലേക്ക് പോകും, സംശയമൊന്നും വേണ്ട. അതിനാണ് ജിന്ന് അഭൗതികം, ജിന്നിന്റെ പ്രവർത്തനം കാര്യകാരണം എന്നൊക്കെ അതീതമെന്ന് അനീഫ് കായക്കൊടി വരെ ജാമ്യയിൽ വെച്ച് പ്രസംഗിച്ചത് അല്ലേ? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വാദം പോയി കൂപ്പുകുത്തുന്നത് മടവൂരിസത്തിലൂടെ കുബൂരിസത്തിലേക്കാണ്, അഥവാ പച്ചയായ ശിർക്കിലേക്കാണ്. കാരണം എന്താ? ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി സഹോദരങ്ങളെ മലക്കിന്റെ സഹായത്തെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ്, അഭൗതികമായ സഹായമാണെന്ന് പറഞ്ഞവരാരാ? ആരാ? സാക്ഷാൽ മുസ്ലിയാക്കന്മാർ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ആ ദുർവ്യാഖ്യാനം നിങ്ങളൊന്ന് കേട്ടോളൂ. അപ്പോഴാണ് ഇവർ അകപ്പെട്ടത്, സലാം സുല്ലമിയുടെ കൂടെ അകപ്പെട്ടത് കുബൂരിസത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലാകും, കേട്ടോളൂ. സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആൻ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ ഖുർആനില് വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ എന്ന് പറഞ്ഞ ഈ സഹായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, അഭൗതികമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടാൻ ഖുർആനിൽ തെളിവുണ്ട്. ജിന്നിന് മലക്കിനെ അഭൗതികമാക്കിയാൽ അത് കിട്ടും. അതാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ വാദം.
ആ വാദത്തിലേക്കാണ് സലാസുല്ലമി പോയത്. ആ വാദമാണ് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി മൻഹജുൽ അബ്ദുറഹ്മാനിയ എന്നും പറഞ്ഞിട്ട് കടമെടുത്തിട്ട് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അത് ഉൾക്കൊള്ളുന്ന മുസ്ലിം മുവഹിദുകളായി നടക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വിശ്വാസത്തിലാണ് ശിർക്ക് എന്ന പുഴുക്കുത്തേറ്റിട്ടുള്ളത്, ഞങ്ങളുടെ വിശ്വാസത്തിലല്ല. കാരണം ഇത് സമസ്തക്കാരുടെ വിശ്വാസമാണ്. അദൃശ്യമായ വഴിയിലൂടെ, അഭൗതികമായ വഴിയിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് മഹാത്മാക്കളെ പറ്റി വിശ്വസിച്ചത് ശിർക്കൻ വിശ്വാസമാണ്. ആ വിശ്വാസം ജിന്നിനെ മലക്കിനെ പറ്റി വിശ്വസിച്ചാലും ശിർക്കന്നെയാണ്. അപ്പൊ ജിന്നും മലക്കും അഭൗതിക എന്ന് പറയുന്ന വാദം നിങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾ സമസ്തക്കാര വാദത്തിലെത്തി. അതുകൊണ്ടാണ് 2012 പുതിയ തൗഹീദ് ചില പ്രമാണിമാരുടെയും ചില കോക്കസിന്റെയും താല്പര്യത്തിന് വേണ്ടി, താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി സഹോദരങ്ങളെ അയവിറക്കിയ അനസ് മുസ്ലിയാർ ഇന്ന് സമൂഹത്തിൽ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. കൃത്യമായി അനസ് മുസ്ലിയാർ ഹമീദ് വൈസി അമ്പലക്കടവിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് ഈ വാദത്തെ മുഴുവൻ പൊളിച്ചെഴുതുന്നു. ഈ വാദം ശിർക്കൻ വാദമാണെന്ന് പറയുന്നു. കേട്ടോളൂ. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത്, അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അള്ളാഹുവിനെ കഴിയും. ലോകത്തുള്ള എന്തായിരുന്നാലും ലികുല്ലി ശൈഇൻ സബബാ. ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കാര്യകാരണബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു. ഗൈബിയായ നിലക്ക് ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് മുജാഹിദിൽ പറഞ്ഞു. ആ സമയത്ത് ഇവര് പറഞ്ഞു, ആര്? സമസ്തക്കാര് പറഞ്ഞു, ഔലിയാക്കൾക്ക്, അമ്പിയാക്കന്മാർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ കഴിയും, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ കഴിയും. ആ അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഔലിയാക്കളെ കുറിച്ചും ഇതര വസ്തുക്കളെ കുറിച്ചും അവർ ഉദ്ദേശിച്ച ആ കാര്യത്തെയാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് മുജാഹിദ് ഉദ്ദേശിച്ചത്. അത് അമ്പലക്കട വൈസ് തന്നെ പറയട്ടെ, അദ്ദേഹം തന്നെ വ്യക്തമാക്കും, നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. കണ്ടോ, അവരുടെ വിശ്വാസമാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും. അപ്പൊ മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഗൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലാതെ കാണാത്ത വഴി എന്നല്ല. കാണാത്തത് പലതുണ്ടല്ലോ. ഒരു റൂമിലിരിക്കുമ്പോ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല, അയക്ക് നമ്മളെ സഹായിക്കാൻ കഴിയൂലേ? ബാക്ടീരിയ കാണുന്നില്ല, വൈറസ് കാണുന്നില്ല, ഉപദ്രവിക്കാൻ കഴിയൂലേ? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഗൈബിയായത്, അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാരുടെ വിശ്വാസമായി പറഞ്ഞത് മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അപ്പൊ ജാമ്യയിൽ വെച്ച് ഹനീഫ് കായക്കൊടി പറഞ്ഞതോ, ഇസ്ലാഹ് മാസിക വായിച്ചുകൊണ്ട് എന്ത് ബന്ധമാണ് ജിന്നും മനുഷ്യനുമുള്ളത്? ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതല്ലേ എന്നാ ചോദിച്ചേ. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താക്കി ജിന്നിനെ, അഭൗതികമാക്കി ജിന്നിനെ. അതുകൊണ്ട് തന്നെ ആ ജിന്നെ സഹായിക്കുന്ന വിശ്വസ്ഥാനം ശിർക്കായി. പിന്നെ സഹായം ചോദിച്ചാൽ ശിർക്ക് കൂടി ഡബിളായി. അപ്പൊ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ശിർക്ക് വന്നു. പുതിയ തൗഹീദ് സ്വീകരിച്ചത് കൊണ്ട്, അതാണ് സ്വന്തം നാവ് കൊണ്ട് അള്ളാഹു അവന്റെ റസൂലോ പറയാത്തത് ഹലാല് ഹറാമു എന്ന് വേർതിരിച്ചാൽ ഉണ്ടാകുന്നത് എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞത് ഈ പുരോഹിത വർഗത്തിന്റെ മുതുകിലൂടെ പുലർന്നതാണ് നാം കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ സഹോദരങ്ങളെ. ഈ മലപ്പുറം ടൗൺ ഹാളിലും കേരളത്തിന്റെ വിവിധ ദിക്കുകളിലും മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി സഹോദരങ്ങളെ പുറത്തു നിന്ന് പ്രവർത്തിച്ച് കഴിയാതെ വന്നപ്പോൾ മടവൂരികൾ അകത്തേക്ക് ചാരന്മാരെ വിട്ടു എന്നും, ആ ചാരന്മാർ വ്യത്യസ്ത രൂപഭാവങ്ങളിലൂടെ അന്നും ഇന്നും ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു മടവൂരി ചാരനാണ് നാസർ സുല്ലമി ഇടത്തനാട്ടുകര.
അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് വളരെ പൈശാചികമായ രൂപത്തിൽ തന്നെ സഹോദരങ്ങളെ മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ച് ഇവിടെ വലിയ കുഴപ്പം ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി ഗംഭീരമായൊരു പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തെങ്കിലും അങ്കുലി പരിമിതം എന്ന് പറയുന്ന രൂപത്തിൽ ആളുകൾ ചുരുങ്ങിയപ്പോൾ വേണ്ടത്ര ക്ലിക്കായില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഇനിയൊരു മറുപടി വെക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താ, അത് ആ രൂപത്തിലാണ് പോയത്. അതുകൊണ്ടാണ് ഇത് ആശയ സംവാദമാക്കി മാറ്റിയത്. എന്നാലും സമാപനത്തിൽ ഒന്നാണ് തൊട്ടു പോകണമെന്നല്ലേ എന്നുള്ള നിലക്കാണ് ഏറ്റവും വലിയ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത്. ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ പുഴയിൽ താഴുമ്പോൾ കരയിലുള്ള ജിന്നിനെ വിളിച്ചാൽ ശിർക്കാകൂല. സക്കരിയ സ്വലാഹി പറഞ്ഞു എന്നാ. ഏതാനും സ്വലാഹി ഇവിടെ ഹയാത്തിലുള്ള മനുഷ്യനാണ്. ഗൾഫ് പോയതിന് മൂപ്പരെ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം മൂപ്പരെ നമ്മൾ സ്ക്രീനിലാണ് ഉൾപ്പെടുത്തുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ ആ വിശദീകരണം കേട്ടോളി. നിങ്ങൾക്ക് എല്ലാ തെറ്റിദ്ധാരണ ഇൻഷാ അല്ലാഹ് മാറും. ഇവിടെ എഴുതി കിട്ടിയൊരു ചോദ്യം, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനോട് തേടണമെന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ കുളത്തിൽ പുഴയിൽ വീണാൽ അവിടെയുള്ള ജിന്നിനോട് തേടുന്നതിനേക്കാൾ അള്ളാഹുവിനോട് തേടുന്നതല്ലേ വേണ്ടത്? പിന്നെ എന്തിനാണ് താങ്കൾ ജിന്നിനോട് തേടാം എന്ന് പറഞ്ഞത്? ഇതിൻ്റെ വസ്തുത എന്താണ്? ഇതൊരു തെറ്റിദ്ധാരണയാണ്. പുഴയിൽ വീണാലും കുളത്തിൽ വീണാലും കടലിൽ വീണാലും ഒക്കെ അള്ളാഹുവിനോട് തന്നെയാണ് തേടേണ്ടത്. പ്രാർത്ഥിക്കേണ്ട അള്ളാഹിനോട് തന്നെയാണ്, യാതൊരു സംശയമല്ല. ഒരു ജിന്നിനോട് തേടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നും പറയുന്നു, എപ്പോഴും പറയുന്നു, അവിടെ തേടേണ്ട അള്ളാഹിനോട് തന്നെയാണ്. പുഴയിൽ വീണ ഒരാൾ ജിന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ കുളത്തിൽ വീണാൾ ജിന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, യാതൊരു സംശയമല്ല. അവിടെ തൃശ്ശൂരിൽ ഞാൻ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു കുസൃതി ചോദ്യം, സാധാരണ നിരക്ക് എന്നോട് ഫോണിൽ ചോദിച്ചൊരു ചോദ്യം, അവിടെ ഉമർ മൗലവിന്റെ തൗഹീദ് വല്ലാതെ ആദർശ വിശദീകരണത്തിൽ സലഫി പറഞ്ഞിരുന്നു. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അതിൽ അഖസാഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരുന്നില്ല. അപ്പൊ ജോസഫേന്ന് കൈപിടിക്കൂന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അല്ല. ജോസഫിനോട് അവന്റെ കൈവിൽപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. എന്നാ മൊയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലോ അത് ശിർക്കാണ്. കാരണം മൊയ്യദ്ദീൻ ശൈഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. കാരണം മരിച്ചുപോയി, ബർസഖിലാണ്, അവർക്ക് കേൾക്കാൻ കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായ കേൾവി അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും മൊയ്യദ്ദീൻ ശൈഖ് എന്ന് വരും, അത് ശിർക്കാണ്. അപ്പോഴൊരു കുസൃതി ചോദ്യം, ഈ കരയിലൊരു ജിന്നുണ്ടെങ്കിലോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയില്ല. ഇവിടെ ജിന്നുണ്ടെങ്കിലോ വെച്ചാൽ ജിന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിക്കാൻ പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്. പിന്നെയോ? അപ്പൊ അയാൾ പറയാണ് എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഞാനിത് ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ഉണ്ടാകാലോ ജിന്ന്, ഉണ്ടെങ്കിൽ എൻ്റെ കൈയൊന്ന് പിടിക്കട്ടെ എന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ലെങ്കിലോ? ഞാൻ പറഞ്ഞു പാടില്ല, അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമായ വിളിയാണ്, പാടില്ല. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ജിന്നിനോട് തേടാം, പുഴയിൽ വീണാള് കരയിലുള്ള ജിന്നിനോട് ചോദിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അനസ് മുസ്യാര പറയുന്ന ആ ഭാഗം ഒന്ന് കാണിക്കാൻ പറ്റും. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വളരെ വലിയ പ്രശ്നമാണ്. പുഴയിൽ കിടക്കുന്ന ആള് കരയിലെ ജിന്നെ വിളിച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വലിയ പ്രശ്നമാണ്, പുഴയിൽ കിടക്കുന്ന ആള് കരയിലുള്ള ജിന്നിനെ വിളിച്ചാൽ കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് മൂന്നോട്ടം നമ്മൾ കമ്പ്യൂട്ടറിലാക്കിയതാ. അപ്പൊ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നാസർ സുല്ലമി തന്നെ എന്റെ ക്ലിപ്പിടുന്നുണ്ട്. ആയത്തുൽ ഖുദൂഇ വതദല്ലുൽ എന്ന ചിന്ത വരുന്നത്, ആ ചിന്തയാണ് ശബരിമലയിൽ പോകുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ക്രൈസ്തവ സഹോദരന്, ബദരീങ്ങളെ വിളിക്കുന്ന, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന മുസ്ലിമിനെ ജിന്നിനെ വിളിക്കുന്ന ഒരു ജിന്നൂരിക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഭൗതികമായ കാര്യകാരണ ബന്ധമല്ല, അഭൗതികമായ കാര്യകാരണ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ശ്രദ്ധിച്ചോളി. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്ന് കേട്ടില്ലേ? അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ, നാസർ സുല്ലമിട്ട ക്ലിപ്പ്, അതിന്റെ ക്ലിപ്പ്. അവർ ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അപ്പൊ ജിന്നുണ്ട് വിളിച്ചോന്നാ? നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് വിളിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്.
ഉണ്ടെങ്കിലോ ജിന്നുണ്ടോയെങ്കിൽ മനസ്സിലാവില്ല എന്നിപ്പോ നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത് കേട്ടോ. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശ്രദ്ധിച്ചോളി കേട്ടോ. ആ വിളി എന്താണ്? ആ വിളി എന്താ? ഹറാമുമാണ്, ശിർക്കിലേക്ക് പോകുന്ന, അത് വസീലത്ത് ശിർക്കുമാണ്. പക്ഷെ വിളി കൊണ്ടായാലും ഇസ്ലാം ഇത് പുറത്തു പോകൂല. പക്ഷെ വിളി കൊണ്ടായാലും ഇസ്ലാം ഇത് പുറത്തു പോകൂല. കേട്ടില്ലേ? അപ്പൊ വിളി കൊണ്ടായാലും ഇസ്ലാം നിന്ന് പുറത്തു പോകില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഹറാമായ വിളിയാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. അപ്പൊ എവിടെ ജിന്നിനെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞത്? അത് അനുവദനീയാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ പുഴയിൽ വീണ ആള് കരയിലുള്ള ജിന്നിനെ വിളിക്കണതിന് കുഴപ്പമില്ല. ഇന്നപ്പോൾ ചോദിക്കണ ചോദ്യം എന്താ അതാണ് ശിർക്ക എന്നാണ് പറഞ്ഞാൽ. നേരത്തെ താജുദ്ദീൻ പറഞ്ഞു ശിർക്കാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയാത്തൊരു കാര്യം നമുക്ക് ശിർക്കാന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം. ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. കണ്ടില്ലേ? അപ്പൊ ഇസ്ലാമിന്റെ ഹുക്കുമ് നോക്കി മറ്റു ചോദ്യങ്ങൾ വരുന്നൊക്കെ പരിഗണിച്ചിട്ട് മറുപടി പറയുമ്പോ ശിർക്കാണ് എന്താണ് ബലം പിടിച്ച് മസിൽ പിടിച്ച് പറയാൻ പറ്റൂല. എന്താ ശിർക്കാന്നാണ് പറഞ്ഞൂടെ എന്നുള്ളതിന് മറുപടിയാണ്. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ച് കൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന്, ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസം ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിഹാദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഈ ഒരാൾ സംസാരിക്കുന്നത് മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് ഖുദരി ഒരുപാട് തെളിവുണ്ട്. നമ്മൾ സംസാരിച്ചാൽ ജിന്ന് കേട്ടോളും എന്ന് വിചാരിച്ചാൽ ശിർക്കാവൂല, നമ്മൾ പറഞ്ഞ മലക്ക് കേട്ടെന്ന് വിചാരിച്ചാൽ ശിർക്കാവൂല. അങ്ങനെ ജിന്ന് സഹായിച്ചാൽ അതും ശിർക്കാവൂല. കണ്ടോ? ഈ രൂപത്തില് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ച് ശിർക്കാന്ന് പറയാൻ പറ്റില്ല. സുലൈമാൻ നബിയുടെ ചരിത്രം മൂപ്പരൻ തെളിവായിട്ട് പറഞ്ഞത് ഖുർആൻ തന്നെയാണ് എന്നും പറഞ്ഞു കൊടുത്തു. പിന്നെ മൂപ്പർ അബൂ സഈദ് ഖുദരിന്റെ ഹദീസ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോവുകയാണെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കണം, കാരണം അത് കേൾക്കുന്ന ജിന്നുകളൊക്കെ നാളെ സാക്ഷി പറയും എന്നാണ് പിന്നെ മൂപ്പർ പറഞ്ഞത്. ഞാനത് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ചോദ്യം ചോദിച്ച ആള് പറഞ്ഞിട്ടുള്ളത് അമ്മയുജീബുൽ മുദത്തറ ഇദാ ദഅാഹു, വിഷമസന്ധിയിൽ അകപ്പെട്ടവൻ കുടുങ്ങിയവൻ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്യുന്നത് അള്ളാഹു അല്ലേന്നാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പർ ചോദിക്കണം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവോട് തേടണമെന്നാണ് സൂചന. എന്നാൽ കുളത്തിൽ പുഴയിൽ വീണാൽ അവിടെയുള്ള ജിന്നോട് തേടുന്നതിനേക്കാൾ അള്ളാഹുവിനോടല്ലേ വേണ്ടത്? അല്ലാന്ന് ആരാ പറഞ്ഞത്? പിന്നെ നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, വിഷമഘട്ടത്തിൽ അകപ്പെടുമ്പോൾ ചോദിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ. വിഷമഘട്ടമൊന്നും വേണ്ട, നിങ്ങൾ പുറത്തിപ്പോൾ ഒരു ചുവരിലോണ്ട് ഒരു ആട്ടോട്ടിൽ ഉണ്ടാക്കിയിട്ട് അതിലിരുന്ന് ഇങ്ങനെ ആടുക സുഖമായിട്ട്, അപ്പോഴാണ് വിളിക്കണേ ജിന്നേ കാക്കണേ, അവൻ ശിർക്കാണ്. ഒരു വിഷമമല്ല, വയറൊക്കെ നിറച്ച് നിങ്ങൾ ഏമ്പൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ജിന്നേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ വിഷമഘട്ടം വേണം, കൊടുമ്പിരിക്കൊണ്ട ഘട്ടം വേണം, പ്രതിസന്ധി വേണം, അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ പ്രാർത്ഥനയാണോ ശിർക്കാകും, യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണ് ആളുകളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ
ജിന്നിനോട് തേടാമെന്ന് താങ്കൾ എന്തിനാണ് പറഞ്ഞത് എന്നാ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ വസ്തുത എന്താണെന്നാണ് സത്യാന്വേഷിയായ ഒരാൾ എഴുതി ചോദിച്ചിട്ടുള്ളത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടു. എന്തുകൊണ്ട് ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കാകാത്ത വിളിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കുസൃതിക്കാരൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. അത് ആ ചോദ്യകർത്താവിന് മാത്രം ബാധകമായതാണ്, ഒരു പൊതുവായ തത്വമായിട്ട് പറഞ്ഞല്ല. പക്ഷേ ഇവരതിനെ ഊതി വീർപ്പിച്ചിട്ട് എന്താക്കി, ഒരു പൊതുതത്വം പറഞ്ഞു എന്നാക്കി. അപ്പം എനിക്ക് വിശദീകരിക്കേണ്ടി വന്നു എന്ന് മാത്രം. ആ കേട്ടോ, വായിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശദീകരണം ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഹൃദയസ്പർക്ക രൂപത്തിലാണ് സക്കരിയ സ്വലഹി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനിടയിൽ അദ്ദേഹം ഇട്ട ക്ലിപ്പുകൾ നിങ്ങൾ കൃത്യമായി കേട്ടില്ലേ? അതിന് മുമ്പ് ഞാൻ അനസ് മുസ്ലിയാരെ ക്ലിപ്പുകൾ ഇട്ട് കേട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു മുസ്ലിയാർ സത്യത്തിൽ നാറാണത്തെ പ്രാന്തന പണിയല്ലേ പെടുക്കണ്. എത്ര ഭാരമുള്ള കല്ല് അത് തള്ളി കയറ്റിയിട്ട് അവസാനം അത് താഴേക്കിട്ട് പൊട്ടിച്ചിരിക്കുന്ന പോലെ സമൂഹത്തിൽ സഹോദരങ്ങളെ ഈ LCD ക്ലിപ്പിങ്ങുകളുടെ സഹായത്തോടുകൂടി നാം പരിപാടി അവതരിപ്പിക്കുമ്പോൾ കവലകളിൽ ഈ മനുഷ്യൻ ഈ രൂപത്തിൽ വിചാരണയ്ക്ക് ക്രൂശീകരിക്കപ്പെടുകയാണ്. തൗബയ്യാതെ മടങ്ങിപ്പോവാണെങ്കിൽ ഇയാളെ കാര്യം പരലോകത്ത് കട്ടപ്പുകന്നെയാണ്. കണ്ടാമൃഗറ്റായി മനുഷ്യനെ കാണുകയാണെങ്കിൽ ലജ്ജിച്ച് തല താഴ്ത്തി പോകും. വല്ലാത്ത തൊലിക്കെട്ടിയാണ് മുസ്ലിയാരങ്ങൾക്ക്. കാരണം ആ സൈസാണ് ഇവൻ്റെ പ്രകടനം. ഈ കൂട്ടത്തിൽ സഹോദരങ്ങളെ ഇപ്പോൾ അകത്തളത്തിലേക്ക് വന്ന് മടവൂരി ചാരനായ നാസർ സുല്ലമി മുജാഹിദുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് മൂപ്പരിപ്പോൾ രംഗത്ത് ഒന്ന് പാറി നോക്കിയെന്ത് സുലൈമാൻ സഖാഫി, അലവി സഖാഫി, മണ്ണാർക്കാട് സ്വമതീയത്തിൻ്റെ ചിതൽപുറ്റുമായി കുറച്ച് ഓടി. അവസാനം അതൊന്നായിട്ട് ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞ് പിന്നെ ആ സ്വമതീയത്തെ നമ്മൾ ഓടിയും കണ്ടില്ല. അതുപോലെ ഇയാൾ പരിശുദ്ധമായ പള്ളി മിഹ്റാബുകളിൽ ഇയാളെ ലാപ്ടോപ്പായിട്ട് വന്ന് KNM-ന്റെ പവിത്രമായ ചാനൽ ഈ കോക്കസ് ഇയാൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത് കൊടുത്ത് അങ്ങനെ പല ആളുകളെയും ഇയാൾ തെറ്റിദ്ധരിപ്പിച്ച് ഒസ്വാസാക്കി ഓടി നടന്നപ്പോഴാണ് കോഴിച്ചല സംവാദം അരങ്ങേറിയത്. അവിടെ വെച്ച് പിടിച്ചു, സബബ് കലക്കാണ് കൊടുത്തു. അതോടുകൂടി പിന്നെ ലൂസ് മോഷനായിട്ട് പിന്നെ ഈ വൈക്ക് എവിടെയും മൂപ്പര സബബേറ്റ് നടന്നിട്ടില്ല. ആ രംഗം കൂടെ കൃത്യമായി ഫൈസൽ മൗലവി കോഴിച്ചലയിൽ വായിച്ചവതരിപ്പിക്കുന്നത് നിങ്ങളത് കേട്ടോളൂ. സബബ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ വായിക്കട്ടെ സബബ് എന്താ എന്ന്. ഒരു വാർത്തയിൽ വായിക്കാതെ പോകാൻ വയ്യല്ലോ. ثم هب ان ذلك هو السبب فهل كل سبب يتحصل به المرء على مرغوباته في الدنيا يعتبر سببا مشروعا. ഒരു കാര്യം നേടി എന്നതുകൊണ്ട് ആ കാര്യം ശരഈയായ സബബാകണമെന്നില്ല, ശരഈയായ സബബാകണമെന്നില്ല. പക്ഷേ കൗനിയായ സബബാണ്. അപ്പൊ ജിന്നുകള് കൗനിയായ സബബാണ്, പ്രാപഞ്ചികമായ നിമിത്തമാണ്. അവരുടെ കഴിവുകൾ ഉണ്ട്. ആ കഴിവ് പ്രകാരം അവർ സഹായിച്ചേക്കാം, അവർ ഉപദ്രവിച്ചേക്കാം. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു പഠിപ്പിച്ചുവോ? ഇല്ല. അതാണ് ശരഈയായ സബബ്. ഉപയോഗിക്കണമെങ്കിൽ അള്ളാഹും റസൂലും അനുവദിച്ചു തരണം. അത് അനുവദിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വകുപ്പില്ല. അത് സബബ് ശരഈയാണ്. സുല്ലമി, നിങ്ങൾക്ക് സബബ് ശരഈയും സബബ് കൗനിയും പരസ്പരം മാറിപ്പോയി, അല്ലെങ്കിൽ രണ്ടും തലമാറിപ്പോയി എന്നാ സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ വക വാദവുമായി ഇനി വരല്ല. സബബാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശിർക്കാക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം ശിർക്കാക്കേണ്ടി വരും, ഏതെല്ലാം ശിർക്കാക്കേണ്ടി വരും. ഒരാൾ പശുവിനെ പുറത്ത് യാത്ര ചെയ്യാം, പശുവിന്റെ പുറത്ത് യാത്ര ചെയ്യാം. അപ്പൊ സുല്ലമി ആയത്തോതും എന്ത്, കുതിരയാണല്ലോ വാഹനം കറവ് നിശ്ചയിച്ചത്, പശു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് പശുവിനെ പുറത്ത് പോയാൽ ശിർക്ക്. ഒരാള് ഒരു മൃഗത്തിനെ വ്യഭിചരിച്ചു, ആ ശിർക്ക്. കാരണം എന്നല്ലേ ഇതിൽ പെടൂലല്ലോ, അപ്പൊ അതും ശിർക്ക്. ഒരാൾ തെങ്ങുണ്ടാകാൻ വേണ്ടി ഒരു മാങ്ങ കുഴിച്ചിട്ടു, അപ്പൊ അതും ശിർക്ക്. അങ്ങനെ സംഭവില്ലല്ലോ എന്ന് വേണേ അവിടെയും പറയാം. അതുകൊണ്ട് ആ വക പൊട്ടീസ് ഒന്നും തൽക്കാലം വിലപ്പോവില്ല എന്നാണ് സബബ് രൂപത്തിലുണ്ട്. ഇനി ഞാൻ പഠിപ്പിച്ചുതരാം. അള്ളാഹുവാണ് റാഫിയും നാഫിയും എന്ന് ഒരാൾ വിശ്വസിക്കുകയും എന്നിട്ട് അയാൾ ഇല്ലാത്ത സബബിന്റെ പിന്നാലെ പോവുകയും ചെയ്താൽ സബബാണെന്ന് വിശ്വസിച്ചു പോയി, അയാൾ അങ്ങ് ധരിച്ചു പോയി എങ്കിൽ ശറഈലോ ഖദറിയായിട്ടോ രണ്ടുമില്ലാത്ത സബബിന് ഉപയോഗിച്ചുവെങ്കിൽ ശറഈന്റെ മേലുള്ള കളവാണ്, ഇത് ഹറാമാണെന്നാണ്. അപ്പൊ സബബ് രൂപത്തിലുണ്ട്, പ്രാപഞ്ചികമായ സബബുണ്ട്. ആ സബബിനുള്ളിലാണ് ജിന്നുള്ളത്, ആ സബബിനുള്ളിലാണ് മലക്കുള്ളത്. അതേപോലെ ആ സബബ് ഉപയോഗിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. അവിടെയാണ് ശറഈയായ സബബ്. ശറഈ അംഗീകരിച്ചിട്ടില്ല, ശറഈ അംഗീകരിച്ചിട്ടില്ല. ഏതുപോലെ മദ്യം കഴിച്ചാൽ ദാഹം മാറും, അത് കൗനിയായ സബബാണ്. പക്ഷേ ദാഹിച്ചാൽ മദ്യം കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? കഴിച്ചാൽ ദാഹം തീരാത്തത് കൊണ്ടല്ല, അത് മതം അംഗീകരിച്ചിട്ടില്ല, അല്ലാഹു റസൂലും അനുവദിച്ചിട്ടില്ല. ശറഈയായ സബബല്ല.
വ്യഭിചരിച്ചാലും കുട്ടിയുണ്ടാകും, അത് സബബാണ്. എങ്ങനെ? പ്രാപഞ്ചികമായ സബബ്. എന്നാ കുട്ടിയില്ലാത്ത ഒരാള് വ്യഭിചരിക്കാൻ പോയാലോ അത് ഹറാമാ. എന്തുകൊണ്ട്? സബബില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ശർഈയായ സബബല്ല, അല്ലാഹ് അനുവദിച്ച സബബല്ല, അനുവദിക്കാത്ത സബബ് അയാൾ ഉപയോഗിച്ചു. എന്നതുപോലെ ജിന്നുകൾ പലരെയും സഹായിച്ചേക്കാം, പിശാചുകൾ പലരെയും ഉപദ്രവിച്ചേക്കാം. എന്തുകൊണ്ട്? അങ്ങനെ കൗനിയായ പ്രാപഞ്ചികമായ സബബുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് ശർഈയായ സബബല്ല. അതുകൊണ്ടാണ് അമാനി മൗലവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഭൂമിയിൽ നിലവിലുള്ള വസ്തുക്കളെല്ലാം മനുഷ്യന് വേണ്ടി, മനുഷ്യൻ അതിൽ വാസം തുടങ്ങും മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്കല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക്, ഒരു തുറയിലല്ലെങ്കിൽ മറ്റൊരു തുറയിൽ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തില്ല. എല്ലാ മനുഷ്യനും ഉപകാരമാണ്. പക്ഷേ അമാനി മൗലവി പറഞ്ഞു, എന്നാൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്ന് കരുതിയിട്ട് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതിന് താല്പര്യം ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാമെന്നല്ല. അപ്പൊ കൈകാര്യം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഹറാം എന്ന് പറഞ്ഞത്. ശിർക്കല്ലാത്തതും ഹറാം, ശിർക്കല്ലാത്തതും ഹറാം. 3 ചോദ്യമാണ് ചോദിച്ചത്, 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സ്വഹാബിയെ ചോദിച്ചു, സ്വഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും മുസ്ലിമീങ്ങളിലേക്ക് ഇറങ്ങിയിട്ട്, മുജാഹിദീങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഈ സബബ് 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 എന്നും പറഞ്ഞിട്ട് വെറുതെ ഒരു ഇടങ്ങാറുണ്ടാക്കരുത് എന്നാണ് എനിക്കുള്ള ഉപദേശം. കുറെ മാസങ്ങളായി നിങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഇത്രയും കാലം തൗഹീദ് പറയാൻ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇത്രയും കാലം ഖുറാഫാത്ത് സംസാരിക്കാൻ നിങ്ങളാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും കാലം മടവൂരികൾക്കെതിരെ പ്രസംഗിക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ല. പോകുന്നതിന് ശേഷവും ഞങ്ങൾ അധികമൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്നല്ല, ഞാൻ അതും പറയാൻ നിൽക്കണ്ട. അപ്പൊ ഏതായിരുന്നാലും ദഅവത്ത് മേഖലയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നു ഈ ദാഴിമാരെല്ലാം ശിർക്കിലാണ്, ഈ ദാഴിമാരെല്ലാം ജിന്നൂരികളാണ് എന്നിട്ട് പറയുന്നു അള്ളാന്റെ പള്ളിയിൽ ക്ലിപ്പിട്ട് പറയുന്നു. ഞാൻ ഈ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമെന്ന് എന്താ മതി, അല്ലാത്ത പോയിക്കോളീന. മൂപ്പരകത്തുണ്ടെങ്കിലേ ഇത് പറയാനുള്ള അവകാശം. KNM മെമ്പർഷിപ്പ് ഉണ്ടോ, KJ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നിട്ട് പറയാം ഞങ്ങളോടൊക്കെ ഇങ്ങൊക്കെ പോണം. ഞാൻ പറഞ്ഞ് സ്വീകരിക്കോ എന്നാ മദീന. അതുകൊണ്ട് ആ വക തോന്നലുകൾ, ആ വക ധാരണകൾ ന്യായമല്ല സുല്ലമി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃത്യമായി നമ്മൾ ആ കോഴിച്ചന സംവാദം നമ്മൾ ഇവിടെ ഗൾഫ് മൾട്ടിമീഡിയ ഇറക്കിയിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ വാങ്ങണം, കേൾക്കണം എന്നാണ് ഉണർത്താനുള്ളത്. സത്യത്തിൽ ഈ രൂപത്തിൽ കേരളക്കരയിൽ സബബമായി ഓടി നടന്ന് അവസാനം ജിന്ന് അബൗധിക എന്ന് പറഞ്ഞ് നാസർ സുലൈമാൻ അബൗധികായി മൂപ്പരെ പോടി നമ്മൾ വല്ലാതെ കാണുന്നില്ല. ഒറ്റപ്പെട്ടിങ്ങനെ മിന്നി മറിഞ്ഞാണ് പോകല്ലാതെ ഇപ്പം സബബിൻ്റെ ഉമ്മാക്കിയേറ്റ് എവിടെയും വരാറില്ല. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോഴിച്ചന സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശബോധമുള്ള പണ്ഡിതന്മാർ അവിടെ അണിനിരന്നത് ജിന്നിനോട് സഹായം തേടണമെന്ന വാദം സ്ഥാപിക്കാനല്ല, അത് ശിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ആ ജിന്നുമായി കെട്ടിമറിഞ്ഞ് അങ്ങനെ സമൂഹത്തിൽ ജിന്നിൻ്റെ വിഷയം വലിച്ചിട്ട് ജിന്നുമായി ബന്ധപ്പെട്ട ഒരു സമൂഹം അവിടെ വളർന്നു വരണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല. കാരണം ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ തോന്നും. അല്ല, അള്ളാഹും അവൻ്റെ റസൂലും കൃത്യമായി പറയാത്ത കാര്യങ്ങൾ, സലഫിയത്ത് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പുതിയ വാദങ്ങളായി രംഗത്ത് വരികയും മുവഹിദുകൾക്ക് നേരെ ശിർക്ക് ആരോപിക്കുകയും ആളുകളെ വസ്വാസാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാമാണിക വശം പറയാൻ വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള വിഷയം തന്നെ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കേരളക്കരയിൽ ചോട്ടാ കാന്തപുരമെന്നും ജൂനിയർ കാന്തപുരമെന്നും അതുപോലെ തന്നെ പിന്നെ ഈ ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളാണെന്നും പറഞ്ഞ് ബഹുമാനനായ ഫൈസൽ മൗലവിക്ക് നേരെ സഹോദരങ്ങളെ ഒലക്കമുത്തി ലേഖനം എഴുതുകയും ഈ രൂപത്തിൽ കാളമൂത്ത പ്രസംഗം നടത്തിക്കൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്നൊക്കെ പറയുകയും ചെയ്തു. എന്നതല്ലാതെ എവിടെ ദുർവ്യാഖ്യാനിച്ചു, ആര് എപ്പോൾ എങ്ങനെ ദുർവ്യാഖ്യാനിച്ചു എന്നതിന് കൃത്യമായ തെളിവ് തരൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തെളിവ് തന്നിട്ടില്ല. ഏതായാലും അർക്കത്തൊക്കെ ഇട്ടെടുത്തെങ്കിലേ കിതാബ് വായിക്കാൻ അറിയുകയുള്ളൂ എന്ന് നാസർ സുലൈമിയെ കുറിച്ച് ഓൽക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഏതായാലും മൂപ്പർക്ക് ആ കുർത്തുബിയാണ് കൈ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മുട്ടുവറക്കും, നാക്കുവല്ലിക്കും. എന്നാലും അർക്കത്തിലാദ്യം വായിക്കാൻ കഴിയുന്ന ഒരുത്തണ്ടല്ലോ, ആ മടവൂരി ചാരനായ ആ നാസർ സുലൈമിക്ക് കിതാബ് എടുത്തു കൊടുക്കാൻ വേണ്ടി ഇരുന്ന ആള് നമ്മുടെ അനീഫ് കായക്കൊടി. ആ അനീഫ് കായക്കൊടിക്കെങ്കിൽ അത് വാങ്ങിയിട്ട് അതിൻ്റെ അകത്തളത്തിൽ ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനുണ്ടെങ്കിലാണ് പൊളിച്ചു കൊടുത്താൽ പോരെ. കോടതി പിരിഞ്ഞിട്ട് വാദോർമാകുക, പൂരം കഴിഞ്ഞിട്ട് വെടിവെട്ടിക്കുക.
എന്നാ പിന്നെ ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ തെളിവുകൾ നേരിട്ട് അപ്പാണ് പറയാൻ കഴിയാത്താണെങ്കിലോ ആയിക്കോട്ടെ. കോഴിച്ചിറ സംഭവത്തിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ബഹുമാനായ ഫൈസൽ മൗലവിയും അതുപോലെ മാലിക് സലഫിയും ഷുറൈ സലാഹിയും ഞങ്ങളുടെ നാടിനടുത്തുള്ള കക്കാട് ഈ കോഴിച്ചിറ സംവാദം അവലോകനം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി സഹോദരങ്ങളെ ഒരു പരിപാടി വെക്കുകയും ദീർഘമായി അനവധി സലഫി പണ്ഡിതന്മാരുടെ കിതാബുകൾ കൂടുതൽ ഉന്നയിച്ചുകൊണ്ട് ആ വാദം പുത്തൻ വാദമല്ല എന്നും ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല എന്നും 1000 കുതിരശക്തിയോടുകൂടി വെല്ലുവിളിച്ചിട്ട് ഇന്ന് വരെ കക്കാട് വന്നൊരു അവലോകനം നടത്തിയോ? വേറെ എവിടെയെങ്കിലും അതിനെതിരെ ഒരു പരിപാടി നടത്തിയോ? ഇല്ല. എന്നിട്ട് ഇപ്പോൾ 4 കഷ്ടം മുറിച്ചിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടടക്കുക. അതൊക്കെ സത്യത്തിൽ ജീവവായുവാണ്, നിലനിൽപ്പാണ്. ആ ഊതി വീർപ്പിച്ച ശിർക്കാരോപണത്തിന്റെ കുമിള ഇവിടെ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. 2 ക്ലിപ്പും കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സത്യത്തിൽ ഈ നവമടവൂരികൾക്ക് ഈ അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയ കോക്കസ്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫി അടങ്ങുന്ന ഈ കോക്കസ്, ഈ KNMന്റെ KJUവിന്റെ ബാനർ ദുരുപയോഗം ചെയ്ത് നാട് നീളെ നടത്തുന്ന ഈ പരിപാടിയിൽ അകപ്പെട്ടു പോയ സാധാരണക്കാരായ മുജാഹിദികളെ സംഭവിച്ചിട്ടുള്ളത് സത്യത്തിൽ എന്താണെന്നറിയോ? സലഫിയത്ത് വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് തൗഹീദിൽ വമ്പിച്ച വ്യതിയാനം സംഭവിച്ചു. ശിർക്ക് നിങ്ങളിലേക്ക് തിരിച്ചടിച്ചു. ഞാനല്ല പറയുന്നത്, അനസ് മുസ്ലിയാരല്ലേ പറയുന്നത്. സലഫിയത്ത് വിട്ട തൗഹീദിൽ പേക്കും. ആർക്കാ പേച്ച്? ഓൽക്കല്ലേ? കേട്ടോളൂ കൃത്യമായിട്ട്. നേരെ മറിച്ച് ഇതിനകത്ത് ഈ രൂപത്തിലുള്ള മാന്യമല്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഒരു വിലയും ഒരു സലഫിയത്ത് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കോ, സലഫിയത്തിനെ വ്യഭിചരിക്കുന്ന ആളുകളായവർ. സലഫിയത്ത് എന്ന വാക്കിനെ സലഫിയത്തിനെ പരസ്യമായി വ്യഭിചരിക്കുന്ന ആളുകളാണ് ഈ ആളുകൾ. ഒന്നായി ഞാൻ തന്നെ, ആര് മൂപ്പര്, പിന്നെ അനീഫ് കായക്കൊടി, പിന്നെ അബ്ദുറഹ്മാൻ സലഫി, പിന്നെ ആ ടീം, ഇതൊക്കെ എന്തൊക്കെ ചെയ്യണ പോലൊക്കെ ഇതിൻ്റെ ആൾക്കാർ തന്നെ. അവ സ്വയം വ്യഭിചരിക്കുകയാണ് തൗഹീദിനെ, സലഫിയത്തിന് ഈ രൂപത്തിൽ സമൂഹത്തിൽ മാരകമായി പിച്ചു ചീന്തുകയാണ്. അതുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്കാണ് മലർന്നു കിടന്ന് തുപ്പുന്നത്. മുസ്ലിയാരെ നന്നായി തുപ്പിക്കോ, ശരിക്കും ഇറക്കുകയും ചെയ്തോ. ആളുകളാണ് ഇവർ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ മുഴുവനും വാ തുറന്ന സലഫിയത്താണ്. എന്ത് സലഫിയത്താ? സലഫിയത്ത് എന്ന് പറയുന്നത് എന്താ? ജമാഅത്ത് ഇസ്ലാമി എതിർക്കുമ്പോൾ ഉള്ളതാ സലഫിയത്ത്. മടവൂരി എതിർക്കുമ്പോൾ ഉള്ളതാ സലഫിയത്ത്. അതാണോ സലഫിയത്ത്? ഇവർക്കറിയില്ല സലഫിയത്ത് എന്തെന്ന് ഇവർ പഠിച്ചിട്ടില്ല. സലഫിയത്ത് എന്തെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ അനസ് മുസ്ലിയാർ പറഞ്ഞാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മടവൂരികൾ പുലർന്നുപോയി. അപ്പം എന്തായി? അവർ പുതിയ പ്രഭാതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ആവേശത്തിൽ രംഗത്ത് വന്നപ്പോൾ സത്യത്തിൽ ഏകദേശം കുറേ ആളുകളൊക്കെ ഫറൂഖ് സമ്മേളനത്തിലൊക്കെ കൂടിയപ്പോൾ മൂപ്പർക്ക് തോന്നി 85% എൻ്റെ ഒപ്പം തന്നെയാണ്. അപ്പോൾ അവസാനം KNMനോട് പറഞ്ഞു, APDPയോട് പറഞ്ഞു, ഇങ്ങോട്ട് പോരും, സ്വാഗതാർഹം. അങ്ങനെ മൂപ്പരിങ്ങനെ നടക്കുമ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ KJUവിൻ്റെ കൃത്യമായ പ്രമാണത്തിൻ്റെ പിൻബലത്തിൽ അന്ന് സഹോദരങ്ങളെ KNM വേദി ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി സലഫിയത്തെ പ്രബോധനം ചെയ്തത്. അഥവാ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള രീതിശാസ്ത്രം പറഞ്ഞു കൊടുത്തു. അത് ശക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ എന്തായി? 85% എൻ്റെ കൂടെ നടന്നതിന് ആളൊപ്പം 2% പോലും ഇല്ലാതെ വട്ടപ്പൂജയായി. കാരണം ആളുകൾക്ക് മനസ്സിലായി ഇവർക്ക് സലഫിയത്തില്ല. ഇവർ സത്യത്തിൽ ഖുർആനും സുന്നത്തും യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നവരാണ്. മധ്യകാല ക്രിസ്ത്യാനികളുടെ ദഅവത്തിലേക്ക് മാറി തൗഹീദിന്റെ പ്രബോധന മേഖല അട്ടിമറിച്ചവരാണ്. ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ് ആളുകൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി എന്നറിയങ്ങൾ? മുജാഹിദ് പണ്ഡിതന്മാരെ അബ്ദുറഹ്മാൻ സലഫി ഇവരൊക്കെ സലഫിയത്തിനെ ശക്തമായി പ്രസംഗിച്ചപ്പോൾ സത്യത്തിൽ ISMന്റെ MSMന്റെ ഒക്കെ പ്രബോധന മേഖലയിലുള്ള യുവജന വിദ്യാർത്ഥി വിഭാഗം അത് ശക്തമായി സ്വീകരിച്ചു. വമ്പിച്ച സ്വാധീനം അവരുടെ മനസ്സുകളിലുണ്ടായി. കാരണവന്മാർ പോലും, സഹോദരങ്ങളെ, വീടി വലിച്ചിരുന്നവർ, മ്യൂസിക് കേട്ടിരുന്നവർ, അതുപോലെ തന്നെ നെരിയാണിക്ക് താഴെ വസ്ത്രം വഹിച്ചിരുന്നവർ, താടി ക്ലീൻ ഷേവ് ആക്കിയിരുന്നവർ പോലും ഈ സലഫിയത്തിൻ്റെ മാർഗരേഖ ഭംഗിയായി സ്വീകരിച്ചപ്പോൾ വമ്പിച്ച മാറ്റമുണ്ടായി. അപ്പോഴാണ് സത്യത്തിൽ മടവൂരിയാളെ പുറത്താക്കാൻ വേണ്ടി മാത്രം എടുത്തു വന്നിരുന്നൊരു വടിയാണ് ഈ സലഫിയത്ത്. അത് 2 അടി എടുത്തുകൊണ്ട് അവിടെ മൂലക്കിൽ വെക്കാനാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ മുജാഹിദ് ജനത അങ്ങോട്ട് സ്വീകരിച്ചപ്പോൾ അവർ ആകെപ്പാടെ ഇടങ്ങാറായിപ്പോയി. അതിൽ നിന്നുള്ള അമർഷമാണ് സത്യത്തിൽ ഇപ്പോഴുള്ള കരണമറിച്ചല്. അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇവർ അകപ്പെട്ടു പോയിട്ടുള്ള ഈ വഴി ഏതുപോലെയെന്ന് ചോദിച്ചാൽ, പണ്ട് തമിഴ്നാട്ടിലേക്ക് ഒരു മുതലാളി ബിസിനസ് ആവശ്യാർത്ഥ യാത്ര പോയപ്പോൾ അവിടെ ഹോട്ടലിൽ കയറി വിശന്നപ്പോൾ എന്താ ഉള്ളത് ചോദിച്ചു. പൊറാട്ട ഉണ്ട്. എന്തായിക്കുള്ളത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, തന്തൂരിണ്ട്, അതുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് വല്ലതും ഉണ്ടോ ചോദിച്ചു. ഉണ്ട്. കുഴിമൊഴിയിൽ ഇറച്ചി ഉണ്ട്. ഓ, കുഴിമൊഴിയിൽ ഇറച്ചിയോ? അതെന്താ ഇറച്ചിയാ? ഇതുവരെ കേൾക്കാത്തൊരിറച്ചിയുള്ള ഒരു പ്ലേറ്റ് പുരട്ടിയാണ്. തിന്നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. മൂപ്പരാൻ ഒരു പ്ലേറ്റും കൂടി പുരട്ടിയാണ്. 2ാമത്തും തിന്നു. മൂപ്പരിങ്ങനെ ആലോചിക്കണം, എന്തായാലും വേണ്ടിയില്ല, ഇത് നാട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ഫാം തുറക്കുക വേണം. കാരണം ഇത് വല്ലാത്ത ടേസ്റ്റിൽ ഇറച്ചി, ഇത് നല്ല കച്ചവടം ഉണ്ടാവും എന്നുള്ള ആവേശത്തിൽ മൂപ്പരിങ്ങനെ തിന്ന് ബില്ലൊക്കെ അടച്ചു നോക്കുമ്പോൾ വളരെ വില കുറവും. മുതലാളിനോട് ചോദിച്ചു, അല്ല ഈ കുഴമൊഴിയിൽ ഇറച്ചി
അതിൻ്റെ ഫാമൊന്ന് തുടങ്ങണം, അതിന് വല്ല സംവിധാനം ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടി ചോദിച്ചു. മൂപ്പരന് അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ, കൂടുതൽ ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിൽ അങ്ങോട്ട് ചോദിച്ചു. ആ കേരളത്തിലാണ്. എവിടെ വെച്ച്? മലപ്പുറം ജില്ലയിലാണ്. വളരെ വിശേഷമായി, കാരണം അവിടെ അത് ഇഷ്ടം പോലെ കിട്ടും. കാരണം അവിടെ ഇതിന് പറയൽ പെരിച്ചായി എന്നല്ലേ. അവിടെ ഇതിന് പേര് പെരിച്ചായി എന്നല്ലേ. അപ്പോൾ ഈ കോയമോയിൽ ഇറച്ചി എന്ന് പറഞ്ഞ സാധനം പെരിച്ചായിൻ്റെ ഇറച്ചിയാ. ഇതാണ് ഈ സാധു തിന്നത് എന്ന് പറഞ്ഞ മാതിരി സലഫിയത്ത് മടവൂരികളെ പുറത്താക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നു. ജീവിതത്തിൽ പകർത്തിയില്ല. മുജാഹിദ് ജനത ജീവിതത്തിൽ പകർത്തി. അപ്പോൾ ഇവർക്ക് അക്കലാനികൾക്ക് സഹിക്കണില്ല. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസികൾ, ജിന്ന് സേവകർ, ഇരുട്ടിൻ്റെ പൂജകന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മടവൂരികൾ പറഞ്ഞ മാതിരി ഇപ്പോൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CP മുർസുല്ലമി വളരെ ആവേശത്തോടു കൂടി നവമടവൂരികളെ സ്വീകരിക്കുകയാണ്. എന്താ? ജിന്ന് പിശാച് സേവകരൊക്കെ പുറത്താക്കി കളി, നമുക്ക് ഒന്നിക്കാം. കേട്ടോളി. ഈ ചെയ്ത്താനും ഈ ജിന്നും സേറും AP സഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ AP ഞങ്ങൾ ഒന്നിച്ചു പോകാൻ തയ്യാൻ. കാരണം ഈ ചെയ്ത്താനും ഈ ജിന്നും സേറും AP സഹിക്കുന്നില്ല. പക്ഷേ AP ആണ് മാറിയാൽ മതി. ആ കസേലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചെറിയ ഷർട്ടുകൾ ധരിച്ചുകൊണ്ട് കുറിയ തല മനുഷ്യന്മാർ, ഞങ്ങളാണ് വലിയവർ നടിച്ചൊഴിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഇത്ര ഐക്യത്തിനെതിര്. അവരാണ് APന്റെ സെക്രട്ടറി സ്ഥാനം ആ കസാല AP ഒഴിയാൻ വേണ്ടി കാത്തിരുന്നു ആ കുറിയ മനുഷ്യന്മാർ. ഞാൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് അവരാണ് ഇത്ര ഇപ്പോൾ ഐക്യത്തിനെതിരായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം പറയുന്നു, ഈ കാര്യത്തിൽ അള്ളാഹുവിന്റെ കിതാബ്, മുഹമ്മദ് നബിയുടെ സുന്നത്ത്, ഇത് ആരുടെ മുന്നിലും ഞങ്ങളെ ഒന്നിച്ചിരുന്ന് പറയാൻ തയ്യാറാണ്. അങ്ങ് റാബിത്തയിൽ നിന്ന് സെക്രട്ടറിയോട് വന്നു ദിവസങ്ങളോളം കേട്ടോളി. അള്ളാഹിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും ഇത് ആരുടെ മുമ്പിൽ ഞങ്ങൾ പറയാനും ഏത് ചർച്ചക്കും തയ്യാറാണ്. അള്ളാഹിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും മൻഹജ് സലഫും സ്വീകരിക്കുമ്പോഴാണ് ഫിറഖത്തു നാജിയാകുക. അപ്പോഴാ 73 വിഭാഗത്തിൽ രക്ഷപ്പെടുക. അത് മൂപ്പർക്ക് വേണ്ട. മൂപ്പര് നാവ് കൂടെ വന്ന എന്താ? ഖുർആനും സുന്നത്തും. അത് ഞങ്ങൾ ആരും മുമ്പിൽ പറയാൻ തയ്യാറാണ്. സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കുക? കേട്ടോളി. ഞങ്ങളുടെ ആദർശം ചെയ്യാറുണ്ട്. അള്ളാഹിന്റെ കിതാബും മുഹമ്മദ് നബി സുന്നത്തും തിരുത്തിയാൽ ഞങ്ങൾ തരുന്ന തയ്യാറാണ്. പക്ഷേ അവിടെ മറ്റേ മന്നജ് ഈ മന്നജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂല. അവിടെ അതാ ആ മന്നജ് ഈ മന്നജ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അള്ളാഹിന്റെ കിതാബിൻ്റെതാണ്, മുഹമ്മദ് നബിയുടെ സുന്നത്തിനാണ്. ഞങ്ങൾ തിരുത്തുണ്ടോ? ഞങ്ങൾ തിരുത്താം. പക്ഷെ ഈ നിലക്ക് പോയാൽ ഇതെവിടേക്കാണ് എത്തുന്നത് കണ്ടറിയണം. ഈ പണം കൊണ്ടും ഈ ഏതാനും ചില പ്രമാണിത്വങ്ങൾ കൊണ്ടും മുതലാളിമാരെ കൊണ്ടും ഒരു ആദർശ പ്രസ്ഥാനം അധികാരം നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് കണ്ടറിയണം. ഈ പണം കൊണ്ടും ഈ ഏതാനും ചില പ്രമാണിത്വങ്ങൾ കൊണ്ടും മുതലാളിമാരെ കൊണ്ടും ഒരു ആദർശ പ്രസ്ഥാനം അധികാരം നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് ഒരു സന്ദർഭമാണ്. നമ്മൾ ഈ തൗഹീദിൽ യോജിക്കുന്ന ഈ ജിന്ന് പിശാചിനെ പൂജിക്കുന്ന ആളുകളുണ്ട്. അവരെ മാറ്റി നിർത്താം. സംഘടനയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ട് ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ യോജിക്കാവുന്നവർക്ക് യോജിച്ചു പോകാൻ നമ്മുടെ സംബന്ധിച്ചുള്ള ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അത് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഒരു സന്ദർഭമാണ്. നമ്മൾ ഈ തൗഹീദിൽ യോജിക്കുന്ന ഈ ജിന്ന് ഇപ്പൊ നമുക്ക് പറ്റിയ നല്ലൊരു സന്ദർഭമാണ് തൗഹീദിൽ യോജിക്കാവുന്ന. ആരെ വിളിക്കണത്? TP അബ്ദുൽ കോയമദിനെ അടങ്ങുന്ന അബ്ദുറഹ്മാൻ സലഫി ആക്കുന്ന ടീങ്. പക്ഷേ ചെറിയ കുപ്പായമിട്ട കുറിയ മനുഷ്യന്മാർ, ഞങ്ങളാണ് വലിയവരെന്ന് നടിക്കുന്ന ആൾക്കാരുണ്ട്. ഓരാണ് സെക്രട്ടറി സ്ഥാനം സ്വപ്നം വെച്ച് കിടക്കുന്നത്. സത്യത്തിൽ സഹോദരങ്ങളെ, ആ ഒരു വ്യക്തി അങ്ങോട്ട് മാറിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ മടവൂരികൾ യോജിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അകത്തളങ്ങളിലെ ചർച്ചകളും പലയിടത്തും ഇപ്പോൾ KNMന്റെ ബോർഡിൽ മടവൂരിയാളെ പോസ്റ്റർ, മടവൂരിയാളെ ബോർഡുമേ KNMന്റെ പോസ്റ്റർ. ഏതായാലും ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോയി തൗഹീദിൽ മാരകമായ കൃത്രിമത്വങ്ങൾ കാണിച്ച് പ്രമാണങ്ങളെ വളച്ചൊടിച്ച് ഹദീസുകളെ നിഷേധിച്ച് സഹോദരങ്ങളെ ഈ മടവൂരിസത്തിൻ്റെ ലൈനിലേക്ക് നീങ്ങി മടവൂരികളും യഥാർത്ഥത്തിൽ നവമടവൂരികളും ചേകന്നൂരിസത്തിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് എത്തുന്ന ദുരന്തപൂർണമായൊരു കാഴ്ച അടുത്ത ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അങ്ങോട്ടാണ് ഈ കോക്കസ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആർജവബോധമുള്ള മുവഹിദുകളെ, മുജാഹിദുകളെ, ഈ പ്രസ്ഥാനം അവർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല, നമ്മുടേതാണ് ഈ ആദർശ പ്രസ്ഥാനം. മുൻഗാമികളായ സ്വാത്വികന്മാർ വിഷമം സഹിച്ച് ത്യാഗങ്ങളുടെ തീച്ചൂളകളിലൂടെ ഓടിയത് ഈ ആദർശ പ്രസ്ഥാനം ഭൗതികമായി എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാനല്ല, പ്രമാണിമാരുടെ കൂടെ കൊണ്ടുപോകാനല്ല, പ്രമാണങ്ങളെ നിശ്ചിതമായി കൊണ്ടുവരാനാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അകത്തളത്തിൽ ഈ രൂപത്തിലുള്ള ചടുല നീക്കങ്ങളുമായി നടക്കുന്നവരെ കൃത്യമായി നമ്മൾ കണ്ടറിയണം. അവർക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ആദർശ പ്രസ്ഥാനത്തിൽ അംഗമായി നമ്മൾ മുന്നോട്ട് പോകണം. സമയം ഒരൽപ്പം കൂടുതൽ എടുത്തത് ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.